Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 1st August 2022. എല്ലാവർക്കും കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എനിക്കൊരു ഡൗട്ട് പെട്ടെന്ന് ഞാൻ ലൈവ് ആയോ എന്ന്. ടെക്നിക്കലി സെറ്റായിട്ട് വന്നിട്ടില്ല, എന്നാലും നമുക്ക് സ്റ്റാർട്ട് അല്ലേ? നമുക്ക് താമസിപ്പിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യും. കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും വീക്കെൻഡ് ഒക്കെ? ഉഷാറായിരുന്നു എല്ലാവരുടെയും വീക്കെൻഡ് ഒക്കെ? നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മൺഡേ ഇന്ന്. അത് മാത്രമല്ല, ഒരു പുതിയ മന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഓഗസ്റ്റ് മാസത്തിലോട്ട് നമ്മൾ എത്തി. അപ്പൊ നമുക്ക് എന്തായാലും ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ കോട്ട് ഇതാണ്: നെവർ ബിലീവ് ദ ലൈൻസ് ഓൺ യുവർ ഹാൻഡ്സ് ദാറ്റ് പ്രഡിക്റ്റ് യുവർ ഫ്യൂച്ചർ, ബിക്കോസ് പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് ഹാൻഡ്സ് ഓൾസോ ഹാവ് ഫ്യൂച്ചർ. ബിലീവ് ഇൻ യോർ സെൽഫ്. എപ്പോഴും പറയുന്നൊരു കാര്യമില്ല, നമ്മൾ ചിലർക്ക് ഹൊറോസ്കോപ്പി ഭയങ്കര വിശ്വാസമാണ്, കൈ നോട്ടം അല്ലെ, കൈരേഖ ശാസ്ത്രത്തിൽ ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്തിനാണെന്നറിയോ? കൈരേഖയിൽ വിശ്വസിക്കുക. കൈയില്ലാത്തവരപ്പം എന്താ ചെയ്യുക? അവർക്ക് എന്താ ഫ്യൂച്ചർ ഇല്ലേ, ഭാവി ഇല്ലേ എന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കാളും കൂടുതലായിട്ട് യു ബിലീവ് ഇൻ യോർ സെൽഫ്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ആ വിശ്വാസമായിരിക്കും നിങ്ങൾ എപ്പോഴും എന്താ പറയുക, ഒരു കാര്യം ചെയ്യാൻ ഉള്ളൊരു എന്താണ് എനർജി തരിക, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് തരിക. ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട. ഇന്ന് അതിനെപ്പറ്റി ആയിരിക്കട്ടെ നമ്മുടെ ചിന്ത. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എഡിറ്റോറിയൽ സെഷനാണ്, എല്ലാ ദിവസവും ഉള്ള സെഷനാണ്, മൺഡേ ടു സാറ്റർഡേസ്. ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ Adda247 മലയാളം ചാനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നതാണ് ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഒരുപാട് വീഡിയോസ് ഇവിടെ കിട്ടും കേട്ടോ. SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകളുണ്ട്. അതുപോലെ കേരള PSCയുടെ ക്ലാസ്സുകൾ, ബാങ്ക് എക്സാമിൻ്റെ ക്ലാസ്സുകൾ, ESICയുടെ ക്ലാസ്സുകൾ, സുപ്രീം കോടതി അസിസ്റ്റന്റ് ക്ലാസ്സുകൾ, ദേവസ്വം ബോർഡ് LDയുടെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. ഇൻഫർമേഷണൽ വീഡിയോസ്, ക്ലാസ്സസ് എല്ലാം തന്നെ ഉണ്ട്. അതിൽ മോട്ടിവേഷണൽ വീഡിയോസ് ഉണ്ട്, എക്സാം നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള വീഡിയോസ്, എക്സാം അനാലിസിസ് ഉണ്ട്. എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓൾ ഇൻ വൺ ആണ്. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ കാര്യം മറക്കണ്ട. ചാനലിനെ പോലെ തന്നെ നമ്മുടെ ആപ്പിൻ്റെ കാര്യം മറക്കണ്ട. Adda247 ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക, ഏത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന നോക്കുക, അതനുസരിച്ച് ക്വിസസ് അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. കൂടാതെ ജോബ് അലേർട്ട് കിട്ടും, നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പറയുന്ന ആപ്പിൽ കേട്ടോ. അത് മറക്കണ്ട. അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ കാര്യം കൂടെ ഓർമ്മിപ്പിച്ചേക്കാം. ടെലിഗ്രാം ചാനലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ 2 ടെലിഗ്രാം ചാനൽ, KPSC ഷോർട്ട് സെലക്ഷൻ ആൻഡ് Adda247 കേരള സെൻട്രൽ എക്സാംസ്, 2 ടെലിഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ റിഗാർഡിങ് എവറിത്തിങ് നമ്മുടെ എക്സാംസിനെ പറ്റിയുള്ളത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക, ഉഷാറായിട്ടിരിക്കുക. കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ എനിക്കൊരു ഡൗട്ട്, ലൈവിൽ തന്നെയല്ലേ ഞാൻ? അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 1 തീയതിയാണ്. ഇന്നത്തെ എന്താണ് എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുവിടാം. നിങ്ങളുടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിന് വേണ്ടി ഒരു സെഷനാണിത്. ജനറൽ അവയർനെസ് ഇംപ്രൂവ് ചെയ്യും. അതുകൂടാതെ നിങ്ങളുടെ കോംപ്രിഹെൻസീവ് സ്കിൽസ്, റീഡിങ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാം, ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള സെഷനാണ്. വെൽക്കം എവ്രി വൺ. അതിപ്പോൾ UPSC എക്സാം പഠിക്കുന്നവരാണെങ്കിലും, കേരള PSC പഠിക്കുന്നവരാണെങ്കിലും, SSC എക്സാം ആയിക്കോട്ടെ, ESIC എക്സാംസ്, ഇൻഷുറൻസ്, ബാങ്കിങ് എക്സാം ആയിക്കോട്ടെ, സുപ്രീം കോടതി അസിസ്റ്റന്റ് എക്സാം ആയിക്കോട്ടെ, ദേവസ്വം ബോർഡ് എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാമിനും നിങ്ങൾക്ക് വേണ്ടിയുള്ള സെഷനാണ്. വെൽക്കം. അപ്പൊ എന്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സുഖമല്ലേ? ഓടെ അടിപൊളി വീക്കെൻഡ് ആയിരുന്നു അല്ലേ? മതി ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. കൊള്ളാം. കണ്ണടിച്ചു പോയതാന്ന് പറയാൻ പറ്റില്ലോ അല്ലേ? എന്താ ചെയ്യ. ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ് കേട്ടോ. സുഖമായിട്ടിരിക്കുക എല്ലാവരും. ഡിഗ്രി പ്രിംസിന്റെ ആണോ പ്രീതി? ഡിഗ്രി പ്രിംസിന്റെ ആണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലെ KPSC ഷോർട്ട് സെലക്ഷൻ, അതിലേക്ക് ഞാൻ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. ഡിഗ്രി പ്രിംസിന്റെ ഇതാണ് ചോദിച്ചെങ്കിൽ ഞാൻ അതിലേക്ക് ലിങ്ക് ഇട്ടേക്കാം. സിലബസ് അല്ലേ, ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അത് പേടിക്കണ്ട. അപ്പൊ നമുക്ക് ഇന്നത്തെ ആർട്ടിക്കിളിനെ പറ്റി പറയാൻ പിള്ളേരെ, ഒന്ന് നമ്മുടെ പാർലമെന്ററി സെഷൻസിനെ പറ്റിയാണ്. നമ്മുടെ പാർലമെന്ററി സെഷൻസും നമ്മുടെ പാർട്ടികൾ, ഇന്ത്യയിലെ പാർട്ടി തന്നെ വളരെ മോശമാണ്. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. ഒരു ഇന്ത്യയിലെ പാർലമെന്ററി സെഷനെ പറ്റി ഒരു ആർട്ടിക്കിൾ. രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്കണോമിക് റിക്കവറിയെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. വളരെ സിമ്പിൾ റീഡാണ്. വായിച്ച് നമുക്കിപ്പോൾ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫിനാൻസ് റിലേറ്റഡ് എല്ലാ ആർട്ടിക്കിളും വായിച്ചു വിടാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഗ്രോത്തിനെ പറ്റി, ഗ്രോത്ത് പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതെല്ലാം കൂടാതെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മങ്കി പോക്സിന്റെ കാര്യമൊക്കെ കഥയാണ് ഒരിക്കലും, ഒരു മരണം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയും. അപ്പോൾ ഒരു യുവാവ് മരിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടു കാണും. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. നമ്മൾ
എന്താണ് ഇനി വരാൻ പോകുന്നത് അറിയില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ കുറേ അൺസർട്ടനിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതിനെപ്പറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് പോലെ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ആണ്. ഓക്കെ, അത് കൂടാതെ നമുക്ക് വേറൊരു സന്തോഷത്തിന്റെ വകയുണ്ട്. നമ്മുടെ ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡൽ വാരി കൂട്ടുന്നതിനെ പറ്റി നിങ്ങൾ കണ്ടു കാണും ഒരിക്കലും. അപ്പോൾ വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഒരുപാട് മെഡൽ കിട്ടി. അപ്പോൾ ഒരുപാട് എന്താ പറയുക, സന്തോഷിക്കാനുള്ള ഒരു മൊമെന്റ് കൂടിയാണ് ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കാം. അതുപോലെ ഭയങ്കര സെലിബ്രേറ്ററി ആയിട്ട് നമുക്ക് ഇതിനെ കണ്ട് മുന്നോട്ട് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിലോട്ട് തന്നെ പോകാം അല്ലേ. യെസ്, നോക്കിയ പിള്ളേരെ, ആദ്യത്തെ ഫ്രേസൽ വേർബ് ഇതാണ് കേട്ടോ, പിടിച്ചോളൂ. അക്കൗണ്ട് ഫോർ സംതിങ്. അക്കൗണ്ട് ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ ബി ദ കോസ് ഓഫ് സംതിങ്, ഒരു കാര്യത്തിന്റെ കാരണമാകുക. അതിനെയാണ് നമ്മൾ എന്താ പറയാ, അക്കൗണ്ട് ഫോർ സംതിങ് എന്ന് പറയാം. ബി ദ കോസ് ഓഫ് സംതിങ്. ഇറ്റ് അക്കൗണ്ട് ഫോർ സംതിങ്, ഇറ്റ് അക്കൗണ്ടഡ് ഫോർ സംതിങ്, ഇറ്റ് അക്കൗണ്ട്സ് ഫോർ സംതിങ്. ഇതിന് വേണ്ടി കാരണം എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, COVID-19 അക്കൗണ്ട്സ് ഫോർ ഇക്കണോമിക് റിസഷൻ ഇൻ മെനി കൺട്രീസ് എന്ന് പറയാം. കാരണമായി എന്ന് തന്നെ പറയാം. അടുത്ത് നോക്കി വളരെ, ടാങ്ക്, TANK, ടാങ്ക്. ടാങ്ക് നോക്കി, TANK. ടാങ്ക് നമുക്ക് ഒരു ടാങ്ക് അറിയാം, നമ്മൾ ഫ്യൂലൊക്കെ നിറയ്ക്കുന്ന ടാങ്ക്, ഫ്യൂലൊക്കെ അടിക്കുന്ന ഒരു ടാങ്ക് ഇല്ല, വണ്ടിയുടെ ടാങ്ക് പറയും. അല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നിറയുന്ന ടാങ്ക് ഇല്ലേ, ആ ടാങ്ക് ഉണ്ടല്ലേ. അപ്പൊ പല തരത്തിലുള്ള ടാങ്ക്, ആ ടാങ്ക് എന്ന് പറയും. പക്ഷെ അതൊക്കെ എന്ത് ടാങ്കാണ്? നൗൺ ടാങ്ക് ആണ്. അതല്ല എക്സാമിന് വരിക. ടാങ്ക് എന്നൊരു യൂസേജ് ഉണ്ട്, വേർബ് ഉണ്ട്. ടാങ്ക് മീൻസ് ഫെയിൽ കംപ്ലീറ്റ്ലി, മൊത്തത്തിൽ അങ്ങ് തോറ്റു പോവാ, അതിനെ ടാങ്ക് എന്ന് പറയും. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, അത് ഇക്കണോമിക് നമ്മുടെ ഫിനാൻസ് ആർട്ടിക്കിളിനകത്തോണ്ട് ടാങ്ക് ഉണ്ട്. നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യെസ് ആണോ, അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം ലുക്കിന് വേണ്ടി വെച്ചല്ല കണ്ണാടി. ഇനി എല്ലാവരും അങ്ങനെ പറയാൻ പോകുന്നത്, ലുക്കിന് വേണ്ടി കണ്ണാടി വെച്ചാന്ന് പറയും. കണ്ണടിച്ചു പോയതാ, കണ്ണു പോയത് ഇങ്ങനെയല്ലേ. കോമൺവെൽത്ത്, അതെ അതെ, അത് തന്നെ. യെസ്, പർവ്വതി ഇപ്പൊ ഓക്കെ ആയോ? എനിക്കും പനി കുറഞ്ഞു, എനിക്ക് പനിയൊക്കെ കുറഞ്ഞു. ഇപ്പൊ ഞാൻ ഓക്കെ ആയി. എന്റെ അനിയത്തിമാർക്ക് രണ്ടൊക്കെ ഞാൻ പനി കൊടുത്തു, എന്നിട്ട് ഞാൻ റിക്കവറായി കംപ്ലീറ്റ്ലി. ഇപ്പൊ അവരാണ് പനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും പാർവതി സുഖമായിട്ടിരിക്കട്ടോ. ഇപ്പൊ കുറഞ്ഞോ? ഇപ്പൊ ഉഷാറായിട്ടിരിക്കുക. കുറഞ്ഞെന്ന് വെച്ച് എന്നാലും ഇത് ഇതാക്കരുത്, വെള്ളം ചൂടുവെള്ളം കുടിച്ച് നന്നായിട്ട് ഹെൽത്ത് നോക്കുക കേട്ടോ. പനീന്റെ ഒരു പ്രത്യേകത അതാണ്. അത് തന്നെ, ഈ ലുക്ക് തുടങ്ങിയുള്ളൂ. അത് പുതിയ ലുക്ക് ഇപ്പൊ തുടങ്ങിയുള്ളത്, ഇന്നലെ തുടങ്ങിയുള്ളത്. സത്യം, കറക്റ്റാ. നമുക്ക് എല്ലാവർക്കും ഇത് പുതിയ ലുക്കാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി നിങ്ങളോട് വാർണിംഗ് തന്നായിരുന്നു, ഞാൻ അടുത്ത ദിവസം കണ്ണാടി വെച്ചോണ്ട് വരുള്ളൂ. അതാണ്. അടുത്ത് നോക്കി പിള്ളേരെ, അടുത്ത വാക്ക് വൺ വേർഡ് അഗൈൻ, ബ്ലിപ്പ്. നോക്കി പിള്ളേരെ, ബ്ലിപ്പ്. എന്താ ബ്ലിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ബ്ലിപ്പ് ഞാൻ ആദ്യമായിട്ട് കാണാം ബ്ലിപ്പ് എന്ന വാക്ക് കേട്ടോ. ബ്ലിപ്പ് മീൻസ് അൺഎക്സ്പെക്ടഡ് ഓർ അൺയൂഷ്വൽ കണ്ടീഷൻ. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ ബ്ലിപ്പ് എന്ന് പറഞ്ഞ കണ്ടീഷൻ്റെ പ്രത്യേകത ഉണ്ട്. അത് വളരെ അൺഎക്സ്പെക്ടഡ്, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തത്, അതുപോലെ വളരെ അൺയൂഷ്വൽ ആയിട്ട്, സാധാരണയായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല, അൺയൂഷ്വൽ ആയിട്ടൊരു കണ്ടീഷനാണ്. ആൻഡ് അതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ടെമ്പററി, താൽക്കാലികമായിട്ടൊരു സാധനമാണ്. അത് ഫുൾ ഇപ്പോഴത്തേക്കുള്ള പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ അല്ല, പെർമനന്റ് ആയിട്ടൊരു കണ്ടീഷൻ ഒന്നും അല്ല. ഇറ്റ്സ് ജസ്റ്റ് ടെമ്പററി, ഈ താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്കുള്ളത്, ടെമ്പററി കേട്ടോ. ഈ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അൺയൂഷ്വൽ ആയ കണ്ടീഷൻ ടെമ്പററി ആയിട്ട് അതിനെ നമ്മൾ ബ്ലിപ്പ് എന്ന് വിളിക്കും കേട്ടോ. ബ്ലിപ്പ് എന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അടുത്ത വാക്ക് നോക്കി, ടേപ്പർ ഓഫ്. ഫ്രേസൽ വേർബ് അഗൈൻ, ടേപ്പർ ഓഫ്. ടേപ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ ഗ്രോ ലെസ് ഇൻ സ്കോപ്പ് ഓർ ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി ആണെങ്കിലും സ്കോപ്പ് ആണെങ്കിൽ അതിൽ കുറയുക. ഗ്രോ ലെസ് ഇൻ സ്കോപ്പ് ഓർ ഇന്റൻസിറ്റി, അതാണ് ടേപ്പർ ഓഫ്. ടേപ്പർ ഓഫ് ഒരു തവണ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടേപ്പർ ഓഫ് നോക്കിക്കേ. ഹെവി റെയിൻ അക്കൗണ്ട് ഫോർ ഫ്ലഡ് ഇൻ കേരള. യെസ്, ഇന്നലെ അല്ലേ നമ്മൾ കോട്ടയം ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായി എന്നൊക്കെ കേട്ടിരുന്നു അല്ലേ, ഉരുൾപൊട്ടലുണ്ടായി എന്നൊക്കെ കേട്ടിരുന്നു. അപ്പൊ അങ്ങനെ യെസ്. അനി ഒരു കാര്യം ചെയ്തോളൂ, അനി എനിക്ക് ഓക്കെ നന്നായി റെസ്റ്റ് എടുക്കണേ പാർവതി, നന്നായി റെസ്റ്റ് എടുക്കാം. അനി ഞാൻ എൻ്റെ എന്താ മെയിൽ ഐ ഡി തരട്ടെ. എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് എനിക്ക് മെയിൽ അയച്ചോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചോ. ആൻഡ് മെയിലോട്ട് മെയിൽ അയക്കുമ്പോൾ എനിക്ക് നമ്പർ തന്നാൽ ഞാൻ വിളിക്കാം അങ്ങോട്ട് കേട്ടോ. Rintu.Sebastian@Adda247.com എൻ്റെ പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി ആണ്. ഇതിലോട്ട് എനിക്ക് മെയിൽ അയച്ചോളൂ. ആൻഡ് എനിക്ക് എന്നോട് നേരിട്ട് സംസാരിക്കാനാണുള്ളതെങ്കിൽ അതിൻ്റെ നമ്പർ ഇങ്ങ് അയച്ചാൽ മതി. ഐ കോൾ യു കേട്ടോ, ഞാൻ വിളിച്ചോളാം അങ്ങോട്ടേക്ക്. ഓക്കെ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് രാവിലെ ഇതിൻ്റെ മെയിൽ അയച്ചോളൂ കേട്ടോ. എൻ്റെ മെയിൽ ഐ ഡി ആണ്, മെയിൽ അയച്ചോളൂ ധൈര്യമായിട്ട്. ഓക്കെ, അടുത്ത പിള്ളേരെ, പുട്ട് ദ പെഡൽ ടു ദ മെറ്റൽ. പുട്ട് ദ പെഡൽ അറിയാമല്ലോ, നമ്മൾ പെഡൽ ചെയ്യുന്ന പെഡൽ ചെയ്യാം. ആ പെഡൽ എവിടെ കാണും? ടു ദി മെറ്റൽ. മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെറ്റൽ അല്ല, സോറി, പെഡൽ അറിയാലോ. നമ്മൾ ബൈസിക്കിൾ ഇൻ സെൻസ് സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് ചവിട്ടി ഇതില്ലേ, അതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു യൂസേജിലാണ് ഇഡിയം പറയുന്നത്. പുട്ട് ദ പെഡൽ ടു ദി മെറ്റൽ എന്ന് പറഞ്ഞ്
ഡ്രൈവ് വെരി ഫാസ്റ്റ് എന്നൊരു അർത്ഥമാണ് കേട്ടോ ഇഡിയം. ഇനി നിങ്ങൾ അതിന്റെ ഒരു ഏറെക്കുറെ സിമിലർ മീനിങ് ഉള്ള ഒരു സാധനം കാണുമെന്ന്. പക്ഷെ ഇതാണ് ഇഡിയം. ഈ ഇഡിയം ഇതാണ്. ബട്ട് അതിന്റെ ഒരു ഏകദേശം ഒരു യൂസേജ് നിങ്ങൾ ഇന്ന് കാണും ആർട്ടിക്കിൾ തന്നെ കേട്ടോ. പുട്ട് ദി പെഡൽ ടു ദി മെറ്റൽ, ഡ്രൈവ് വെരി ഫാസ്റ്റ്, ഭയങ്കര സ്പീഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയാം പുട്ട് ദി പെഡൽ ടു ദി മെറ്റൽ എന്ന് കേട്ടോ. ഓർത്ത് വെച്ചോളാം. അടുത്ത് നോക്കിയ പിള്ളേരെ, വിൻഡിക്റ്റീവ്നെസ്. വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള അവസ്ഥ, വെഞ്ചൻസ് ഉള്ള എന്നാണ് അർത്ഥം. അപ്പൊ വിൻഡിക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അഡ്ജക്റ്റീവിന്റെ കൂടെ NESS അല്ലെങ്കിൽ ഏത് സഫിക്സും ഇട്ട് കൊടുത്താൽ നമുക്ക് നൗൺ ഫോർമുലേഷൻ കിട്ടും. നോക്കി, വിൻഡിക്റ്റീവ് ഒരു അഡ്ജക്റ്റീവ് ആണ്. വിൻഡിക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ അത് നൗൺ ആയി. സ്ട്രോങ് ഡിസയർ ടു സീക്ക് റിവെഞ്ച്, നമുക്ക് ഭയങ്കര ആഗ്രഹം, ഒട്ടും നമ്മൾ ഫോർഗിവിങ് അല്ല കേട്ടോ. നമ്മളോട് ചെയ്ത എന്തെങ്കിലും കാര്യത്തിനോട് നമ്മൾ അൺഫോർഗിവിങ് ആയിട്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് വിൻഡിക്റ്റീവ് എന്ന് പറയാം. റിവെഞ്ച്ഫുൾ അല്ലെ, അൺഫോർഗിവിങ് നേച്ചർ, അതാണ് വിൻഡിക്റ്റീവ്. അപ്പോൾ വിൻഡിക്റ്റീവ്നെസ് എന്ന് പറഞ്ഞ് സ്ട്രോങ് ഡിസയർ ടു സീക്ക് റിവെഞ്ച് ചെയ്യാൻ വേണ്ടി ഭയങ്കര എന്തൊരു ഡിസയർ, ഭയങ്കര ഒരു ആഗ്രഹം, നമ്മൾ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് റിവെഞ്ച് കൊടുക്കേണ്ടത് അങ്ങനെ അടുത്തത്. അങ്ങനെയുള്ളതിനെ നമ്മൾ വിൻഡിക്റ്റീവ്നെസ് എന്ന് പറയാം കേട്ടോ. അടുത്ത് നോക്കിയേ, ടാം ഡൗൺ, TAMPDOWN, ടാം ഡൗൺ. ടാം ഡൗൺ ചെയ്യാൻ മീൻസ് reduce amount or reduce the intensity, reduce the number, എന്തും നമ്പർ ആയിക്കോട്ടെ, amount ആയിക്കോട്ടെ, intensity ആയിക്കോട്ടെ, that is tamp down, reduce the amount എന്നുള്ള രീതി പഠിച്ചു വെക്കാം. അടുത്ത bring back എന്ന് പറഞ്ഞാൽ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. he brought it back, അവൻ റീഇൻട്രൊഡ്യൂസ് ചെയ്തു അത് വീണ്ടും എന്നല്ല, റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വീണ്ടും എന്നാണ്, പിന്നെ അതുകൊണ്ട് അതിന്റെ ആവശ്യം. റീഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ബ്രിങ് ബാക്കിന് വേറൊരു അടുത്ത് കൂടെ ഉണ്ട് അല്ലെ, ബ്രിങ് ബാക്ക് മെമ്മറീസ്, റിമൈൻഡ് വൺ ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുക. ബ്രിങ് ബാക്ക്, ഇറ്റ് ബ്രിങ്സ് ബാക്ക് സം ഇമോഷൻസ് ഇൻ മീ. പഴയ ഒരു കാര്യത്തെ പറ്റി ഓർത്തിട്ട് നമുക്ക് ഇമോഷണൽ ആയിട്ട് ആവുന്നവരില്ലേ, അതിനൊക്കെ ബ്രിങ് ബാക്ക് എന്ന് പറയും. സോ രണ്ടർത്ഥം ബ്രിങ് ബാക്കിനുണ്ട്. ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്യുക, രണ്ടാമത് റിമൈൻഡ് വൺ ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മളെ ഓർമ്മപ്പെടുത്തുക എന്ന് പറയില്ല, റിമൈൻഡ് ചെയ്യുക എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ പറയാ ബ്രിങ് ബാക്ക് എന്ന് പറയാം. ഓർത്തോണം കേട്ടോ. യെസ്, ക്ലിയർ അല്ലേ? അപ്പോ എത്ര പേര് ലൈവിലുണ്ടല്ലോ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇത്രയും പേര് ലൈവിലുണ്ട്. നമുക്ക് 55 ലൈവ് വ്യൂവേഴ്സ് ഉണ്ട് ഇപ്പോൾ. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇഫ് യു ലൈക്ക് ദിസ് സെഷൻ, ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ, നമുക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ലൈക്ക് ഇട്ടേ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ, മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. നമുക്കപ്പോ നോക്കാം അല്ലെ, കാര്യങ്ങൾ നോക്കാം. ഓക്കെ, നോക്കാം. യെസ്, ദ എക്സസീവ് സ്ക്രീൻ അക്കൗണ്ടഡ് Rintu ma'am to wear specs. അല്ല, ഞാൻ ഒരുപാട് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ 2 വർഷമായിട്ട് ഞാനിപ്പോൾ കംപ്ലീറ്റ് സ്ക്രീനാണ്. പുറത്തു പോലും ഇറങ്ങുന്നതിനേക്കാൾ കൂടുതൽ ടൈം ഐ സ്പെൻഡ് വിത്ത് മൈ ലാപ്ടോപ്പ് ആൻഡ് മൈ മൊബൈൽ. മൊബൈലിൽ ഞാൻ പിന്നെ കുറവാണ്, ലാപ്ടോപ്പാണ് എൻ്റെ ജീവശ്വാസം എന്നൊക്കെ ഞാൻ വിചാരിക്കും ഇപ്പം. അതാണ് അവസ്ഥ ഇല്ല അല്ലേ, അതാണ് അവസ്ഥ. ഷമാസ കറക്റ്റാ. എക്സീവ് സ്ക്രീൻ എന്നേക്കാളും കുറച്ച് നല്ലത് ഇത് പറഞ്ഞാൽ മതി ഷമാസെ. എക്സീവ് സ്ക്രീൻ യൂസേജ് എന്ന് പറഞ്ഞു. എക്സസീവ് സ്ക്രീൻ യൂസേജ് അക്കൗണ്ട് അല്ലെങ്കിൽ എക്സീവ് സ്ക്രീൻ ടൈം അക്കൗണ്ടഡ് Rintu ma'am to wear എന്ന് കൊടുത്താലും മതി. ഓക്കെ, മാംസ് ക്ലാസ് അക്കൗണ്ട്സ് ഫോർ bolstering my English. ഗുരുദാസേ താങ്ക് യു ഡാ, സെൻറ്റൻസ് കൊള്ളാം. Tobacco അക്കൗണ്ട് ഫോർ അല്ലല്ലോ വേണ്ടത്, ടുബാക്കോ സിംഗുലർ അല്ലേ ജിഷ്ണ? അപ്പൊ എന്ത് കൊടുക്കണം? അക്കൗണ്ട്സ് ഫോർ. ടുബാക്കോ അക്കൗണ്ട്സ് ഫോർ ഹെൽത്ത് ഇൽനെസ്. ഹെൽത്ത് ഇൽനെസ് പറയില്ല, ഹെൽത്ത് ഒന്നെങ്കിൽ പറയാം അക്കൗണ്ട് ഫോർ ഇൽനെസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കൊടുക്കാം. 2 രീതി പറയാം കേട്ടോ. ടുബാക്കോ ഒന്ന് പറയാം, ടുബാക്കോ സിംഗുലർ ആയതുകൊണ്ട് വേർബ് സിംഗുലർ കൊടുക്കണേ. അക്കൗണ്ട്സ് ഫോർ കഴിഞ്ഞിട്ട് ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്താണ് ഇൽനെസ്സോ കൊടുത്താൽ മതി. ഹെൽത്തും ഇൽനെസ്സും കൂടെ കൊടുക്കണ്ട. Okay, the murder was a blip. Okay, yes. Nowadays, raining in Kerala is a blip. Yes. Russia-Ukraine tussle accounts for the inflation in many countries. Yes, it has. It's putting up pedal to the metal paved the dash way for accident. Oh, sorry, to. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. മൈക്ക് വെച്ചില്ലായിരുന്നു, മൈക്ക് മടിയിലിരിക്കുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. സോറി പിള്ളേരെ. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ കുറച്ചൊരു ക്ലിയർ ആയിട്ട്? ഓക്കെ, ഒന്നുകൂടെ പറയാം. നോക്കിയേ, ഷമാസ ആണെന്ന് തോന്നുന്നു. ഷമാസ് ആണ്. യെസ്, ഷമാസ് ഇവിടെ നോക്കിയേ. ഹിസ് പുട്ടിംഗ് ഓഫ് പെഡൽ ടു ദ മെറ്റൽ പേവ്ഡ് ഹിസ് പുട്ടിംഗ് ഓഫ് പെഡൽ ടു ദി മെറ്റൽ പേവ്ഡ് ദ ഡാഷ് ഫോർ ആക്സിഡൻസ്, പേവ്ഡ് ദ വേ ഫോർ ആക്സിഡൻസ്. അതല്ല ഉദ്ദേശിക്കുന്നേ, അതല്ല നീ ഉദ്ദേശിച്ചത്. പീൽ ടു ദ മെറ്റലോ? പുട്ടിംഗ് ദി
പീൽ എനിക്ക് മനസ്സിലായില്ല. പീൽ എന്താ അവിടെ വന്നത്? പീലിൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ. പീലിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ. പേവ് ദ വേ ഫോർ, അത് പേവ് ദ വേ, അത് വേണം, അവിടെ വേ വേണം, ഇല്ലെങ്കിൽ അവിടെ സെൻറ്റൻസ് കറക്റ്റ് ആവില്ല, അത് വേണം. ആഫ്റ്റർ COVID-19 India faced blip. Yes. Sometimes I thought my work led to tank. Okay, that's it. Led to tank പറയില്ല. എന്നാ ഗുരുദാസേ, ലെഡ് ടു എന്ന് പറയുന്ന ഓൾറെഡി ലെഡ് വേർബ്, ടു ഇസ് പ്രിപ്പോസിഷൻ അല്ലേ. അത് കഴിഞ്ഞിട്ട് ടാങ്ക് എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്ന നൗൺ ടാങ്ക് അല്ലല്ലോ, വേർബ് ടാങ്ക് അല്ല. അപ്പം എങ്ങനെയാ ടു എന്താണ് പ്രിപ്പോസിഷന് ശേഷം വീണ്ടും ടു എന്ന് പറയുന്നത്? അപ്പം അത് തെറ്റാ. അപ്പം ടു ടാങ്ക് പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി. സം ടൈംസ് ഐ തോട്ട് മൈ വർക്ക് ടാങ്ക്സ് എന്ന് കൊടുത്താൽ മതി. സം ടൈംസ് ഐ തിങ്ക്, സം ടൈംസ് തോട്ടും പറ്റില്ല. ചില സമയങ്ങളിൽ ഞാൻ വിചാരിക്കും. സം ടൈംസ് ഐ തിങ്ക് മൈ വർക്ക് ടാങ്ക്സ് എന്ന് പറഞ്ഞാൽ മതി. ടാങ്ക്സോ ഈസ് ടാങ്കിങ്ങോ എന്തെങ്കിലും കൊടുത്തു. ഈസ് ടാങ്കിങ്, ഈസ് ഫെയിലിംഗ്, ഈസ് ഓർ വെറും ടാങ്ക്സ് എന്ന് കൊടുത്താലും കറക്റ്റാണ് കേട്ടോ. ടാങ്ക് കുഴപ്പമില്ല, അത് കൊടുക്കുക കേട്ടോ. സം പോളിസീസ് ഓഫ് ഗവൺമെന്റ് അപ്പിയർ ടു പുട്ട് ദ പെഡൽ ടു ദി മെറ്റൽ ബട്ട് ഇറ്റ് ടാങ്ക് ഇൻ ബ്ലിപ്പ്. ഇറ്റ് ടാങ്ക് ഇൻ അല്ല, ഇറ്റ് ടാങ്ക്സ് ഇൻ. ടാങ്ക്സ് ഇൻ വേണ്ടേ? വേണമല്ലോ. ഇറ്റ് സിംഗുലർ അല്ല. ഇപ്പം ടാങ്കിന് പ്ലൂറൽ എന്താ, സിംഗുലർ എന്താ? ടാങ്ക്സ് കൊടുക്കണം. ആരതി ശ്രദ്ധിക്കണേ. ടാങ്ക് വേർബ് യെസ്, ടാങ്ക് വേർബ്. അതാണ് ഞാൻ പറഞ്ഞത്. ഫെയിൽ കംപ്ലീറ്റ്ലി. ടാങ്ക് ആസ് എ വേർബ്, നോട്ട് എ നൗൺ. വേർബ്. ഇത് വേർബാണ് പിള്ളേരെ, വേർബാണ്. മാറിപ്പോലെ പിള്ളേരെ, വേർബാണ്. ഇറ്റ്സ് എ വേർബ്. ടാങ്ക്. ഓക്കെ. When the enemies tanked him, he showed vindictiveness. All right. Can incidents involving spiced it be brushed aside as blip? All right. Tobacco accounts for health issues. Great, Jishna. Police pointed out that vindictiveness was the reason behind the murder. Okay, great. The blip interruption of the government tamped down, flaring up the situation. All right. Chief Minister assured that there will be no vindictive transfers in Kerala. That is great. Adda classes brings back importance in hard working. Great. Okay. Importance in hard working, importance of hard working. Hard working in the importance. അതല്ലേ വേണ്ടേ ഗുരുദാസേ? അത് വേണം. Lack of practice account for അല്ല. അനുപേ, lack of practice accounts for rank in exam. കേട്ടോ? Putting pedal to metal. Okay. All right. Yes. Bring back of antiques is a trend in markets. Bring back of അല്ല അനക, അതിപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ബ്രിങ് ബാക്ക് വേർബ് കൊടുക്കരുത്. വേർബ് ഒരിക്കലും സബ്ജക്റ്റ് ആവില്ലല്ലോ. പക്ഷെ അതിനെ ജെറണ്ടാക്ക്, ING ഫോം ഇട്ടേ. ബ്രിങ്ങിങ് ബാക്ക് ഓഫ് ആന്റിക്സ് ഇസ് എ ട്രെൻഡ് ഇൻ മാർക്കറ്റ്സ്. അത് കറക്റ്റ് കൊടുക്കും കേട്ടോ. ഹായ് റെഡ് പ്രിൻസ്, ഗുഡ് മോർണിംഗ്. ഇൻ ദേവാസുരം മൂവി ഷോസ് ദ വിൻഡിക്റ്റ്. ഇൻ വേണ്ട, അവിടെ ഇൻ വേണ്ട പാർവതി. ദേവാസുരം മൂവി ഷോസ്, ദേവാസുരം മൂവി ഷോസ് വിൻഡിക്റ്റീവ്നെസ് ഓഫ് മുണ്ടക്കൽ ശേഖരൻ ടുവേർഡ്സ് നീലകണ്ഠൻ. യെസ്, അങ്ങനെ കൊടുക്കണം. ഇന്ന് വേണ്ട അവിടെ കേട്ടോ. ഇതുപോലൊരു സെൻറ്റൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ആർക്കോ തിരുത്തി കൊടുത്തായിരുന്നല്ലോ. ഇന്ന് അവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട്. പീപ്പിൾ ഗോസ് ത്രൂ അല്ല മേഘ, പീപ്പിൾ പ്ലൂറൽ ആണ്, ഗോ ആണ്. പീപ്പിളിൻ്റെ കൂടെ എപ്പോഴും പ്ലൂറൽ വേർബ്, ബിക്കോസ് പീപ്പിൾ പ്ലൂറൽ അല്ലേ. പീപ്പിൾ ഗോ ത്രൂ എ ബ്ലിപ്പ് ബൈ COVID-19 പാൻഡമിക്. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ സെറ്റിൽ എല്ലാവർക്കും സെൻറ്റൻസ് ഒരുപാട് നമ്മൾ വായിച്ചു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ്. അപ്പോൾ മറന്നു പോകണ്ട, അക്കൗണ്ട് ഫോർ ടാങ്ക് വേർബാണ്, ബ്ലിപ്പ് നൗൺ ആണ്, പക്ഷേ ടേപ്പർ ഓഫ് ഫ്രേസൽ വേർബ്, പുട്ട് ദ പെഡൽ ടു ദി മെറ്റൽ ഇഡിയമാണ്, വിൻഡിക്റ്റീവ്നെസ് വൺ വേർഡ് ആണ്, ടാമ്പർ ഡൗൺ ഫ്രേസൽ വേർബ്, ബ്രിങ് ബാക്ക് വീണ്ടും ഫ്രേസൽ വേർബ്. ഓർത്തിരിക്കുക കേട്ടോ. ലെറ്റ്സ് മൂവ്. അപ്പം നമുക്ക് 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കുണ്ട്. എൻ്റെ കോഡ് മറക്കണ്ട, Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ 17% ഡിസ്കൗണ്ടിൽ കോഴ്സുകൾ അവൈൽ ചെയ്യാം. നമ്മുടെ സുപ്രീം കോർട്ട് അസിസ്റ്റന്റ്, ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിൽ വിളിച്ചു. ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. 3400 രൂപയാണ് കോഴ്സ് ഫീ. ടെസ്റ്റ് സീരീസ്, ഈ ബുക്കെല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് ബാച്ചാണ്. അതിൽ ഒബ്ജക്റ്റീവ് ക്ലാസ്സുകളും ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേഗം ജോയിൻ ചെയ്യാം. മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 മണിക്ക്, 5 മണിക്ക്, 8 മണിക്ക്, 1.5 മണിക്കൂർ ക്ലാസ്സുകളാണുള്ളത്. അതുകൂടാതെ നമ്മുടെ SSCയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ 1 മുതൽ. അത് SSCക്ക് CGL-നാണെങ്കിലും CHSL ആണ് MTS പ്രിപ്പയർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ബാച്ചാണ്. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം വേഗം ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് 2400 രൂപയാണ് കോഴ്സ് ഫീ. അതുകൂടാതെ നിങ്ങൾക്ക് പ്രോപ്പർ ഗ്യാപ്പ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് ബാച്ചാണ്, അത് ഓർത്തോളൂ. അപ്പോൾ ഒരു പ്രോപ്പർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മൺഡേസിലുണ്ട്, വെൻസ്ഡേസ്, ഫ്രൈഡേസും സാറ്റർഡേസും, ഈ 4 ദിവസം ക്ലാസ്. ബാക്കി ദിവസം പ്രാക്ടീസ് ചെയ്യാൻ, പഠിക്കാം, നമുക്ക് ഉഷാറായിട്ട് മുന്നോട്ട് പോകാം. ഉള്ള ദിവസം 2 ക്ലാസ്സേ ഉള്ളൂ, 3 to 4:30, 6:30 to 8 മണിയും കേട്ടോ, മറക്കണ്ട. അതുപോലെ നമ്മുടെ ഡിഗ്രി പ്രിംസിൻ്റെ 4ാമത്തെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. 8-ാം തീയതി ക്ലാസ് തുടങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ഈസി ഇംഗ്ലീഷിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും 4-ാം തീയതി. അപ്പോൾ വേഗം ചെറുപടയും ജോയിൻ ചെയ്യാം, ബേസിക്സ് ഒക്കെ ഇല്ലാത്തവർ കേട്ടോ.
അപ്പൊ നമ്മുടെ വേർഡ്സിലോട്ട് പോകുമ്പോൾ വേർഡ്സ് ആദ്യത്തെ വേർഡ് പിടിച്ചോളൂ, കൺസ്ട്രെയിൻഡ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും അല്ലേ, റിസ്ട്രെയിൻഡ് കഴിഞ്ഞ ദിവസം പഠിച്ചത് റിസ്ട്രെയിൻഡ്, അതേ സാധനമാണ് കൺസ്ട്രെയിൻഡ്. ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നൗൺ ആണെന്ന് ഓർത്തിരിക്കുക. കൺസ്ട്രെയിൻ ചെയ്യുക അതിൻ്റെ അതേ സാധനത്തിന്റെ വേർബാണ് കേട്ടോ. സെയിം ഇതിലുള്ള വേർബിനെയാണ് കൺസ്ട്രെയിൻ ചെയ്യുക എന്ന് പറയാം, റിസ്ട്രെയിൻ ചെയ്യുക എന്ന് നമ്മൾ പറയുന്ന സാധനം. അപ്പം അതിൻ്റെ അതേ നൗൺ ഫോർമുലേഷനാണ് കൺസ്ട്രെയിൻഡ്. ടി ഉണ്ടെങ്കിൽ നൗൺ, ടി ഇല്ലെങ്കിൽ അല്ലെ കൺസ്ട്രെയിൻ വേർബാണ്. ഓക്കെ, ഓർത്തല്ലോ, കൺസ്ട്രെയിൻ ടി ഇല്ലെങ്കിൽ അത് വേർബായി, ടി ഉണ്ടെങ്കിൽ അത് നൗണാണ്. റെസ്ട്രിക്ഷൻ, ലിമിറ്റേഷൻ, കർബ് എന്നൊക്കെയാണ് കൺസ്ട്രെയിൻറ്റ് എന്ന നൗണിൻ്റെ മീനിങ് കേട്ടോ. അതുപോലെ തന്നെയാണ് റിസ്ട്രെയിൻറ്റ്, സെയിം അല്ലേ, റിസ്ട്രെയിൻ വേർബാണ്. അതുപോലെ കംപ്ലൈൻറ്റ്, പരാതി അല്ലേ, കംപ്ലൈൻ ചെയ്യുക, പരാതിപ്പെടുക അല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചോളാം. അടുത്ത് റോബസ്റ്റ്, നമുക്കറിയാം റോബസ്റ്റ് അല്ലേ, ജാവ സിമ്പിളാണ്, റോബസ്റ്റ് പറഞ്ഞിട്ടില്ലേ, ആ റോബസ്റ്റ് അഡ്ജക്റ്റീവ് ആണ്. റോബസ്റ്റ് എന്താ റോബസ്റ്റിൻ്റെ അർത്ഥം? സ്ട്രോങ് ആണ്, വിഗറസ് ആണ്, സ്റ്റേഡി ആണ് എന്നൊക്കെയാണ് റോബസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം, മറക്കണ്ടേ. അടുത്തതോ മൊമെൻറ്റം, മൊമെൻറ്റം അല്ലേ, മൊമെൻറ്റം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ സ്പീഡ്, ഇംപെറ്റസ്, ഡെവലപ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയാം. ഒരു കാര്യത്തിൻ്റെ പല മീനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ കാരണം മൊമെൻറ്റം ഫിസിക്സിൽ നിങ്ങൾ ഒരുപാട് കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും മൊമെൻറ്റം, ഓർത്തോണം. അടുത്ത് നോക്കിക്കേ, പ്രോക്സി. പ്രോക്സി ഒരു നൗണാണേ. പ്രോക്സി മീൻസ് ഡെപ്യൂട്ടി, റെപ്രസെൻറ്റേറ്റീവ്, സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏജന്റ് എന്നൊക്കെയാണ് അർത്ഥം പ്രോക്സി എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. ഏജന്റ്, ഡെപ്യൂട്ടി, റെപ്രസെൻറ്റേറ്റീവ്, സബ്സ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ. അടുത്ത് നൗണാണ് ഇത് പ്രോക്സി. അടുത്ത് ഗേജ് ആണ്. ഗേജ് നൗണായിട്ടും വേർബായിട്ടും വരും. നമ്മൾ പറഞ്ഞല്ലേ മെഷർ, അളവ്, സൈസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്ന് ഗേജിന് അർത്ഥമുണ്ട്. അതേപോലെ മെഷർ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പ്യൂട്ട് ചെയ്യുക, വേർബ് അർത്ഥമുണ്ട്. നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം ഗേജ്. മറക്കണ്ടല്ലോ, മറക്കരുത് കേട്ടോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോവിഡ് പാൻഡമിക് ടാം ഡൗൺ nowadays, yes അല്ലേ. വൈറസ് അറ്റാക്ക് ഓൺ ഹ്യൂമൻ ബോഡി ടാംസ് ഡൗൺ ദി ഇമ്മ്യൂണിറ്റി. Yes. He ended up his life in prison because of his vindictiveness. Great. Pravi, good morning. Welcome. Hi, Mallo's Rocks. Good morning. Good morning. Children showed a little constraint. Great, Dipin. Great. ദിവന് ഇന്ന് വീണ്ടും കണ്ടല്ലോ, എനിക്ക് സന്തോഷം കേട്ടോ. ഇതിപ്പോൾ ദിപ്പിൻ്റെ 2ാമത്തെ ക്ലാസ് അല്ലേ. ഹാപ്പി ടു സീ യു അഗൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തോട്ട് പോവാം അല്ലേ. നെക്സ്റ്റ് എന്തായിരുന്നു നിങ്ങൾ തന്നെ സെൻറ്റൻസ് നോക്കട്ടെ. ആർ കണ്ടിന്യൂസ് പ്രാക്ടീസിങ് കൺസ്ട്രെയിൻസ് ആർ ഫോൾസ് ഇൻ എക്സാംസ്. Curbs, very good. Checks, curbs, very good. That's great sentence. അടിപൊളി. അപ്പോൾ ഓർത്ത് പിള്ളേർ, ഇത് വളരെ കോമൺ ആയിട്ടുള്ള പേരാണ് അല്ലേ. കൺസ്ട്രെയിൻറ്റ് നമ്മൾ കേട്ട് പരിചയമുണ്ട്, റോബസ്റ്റ് നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്, മൊമെൻറ്റോ നമുക്കറിയാം. വളരെ എന്താ പറയുക, ഇന്നിട്ടുള്ള വേർഡ്സ് കൂടുതലും കേട്ടോ, ഇന്നുള്ള വേർഡ്സ് കൂടുതൽ നമുക്ക് വളരെ പരിചിതമായ ഒരു വേർഡാണ്, വേർഡ്സ് ഒക്കെയാണ് കേട്ടോ. ഓക്കെ, ലെറ്റ് സി. സോറി, അർജുൻ എനിക്കറിയാം, അർജുനാന്ന് എനിക്കറിയാം, പറയാതായിപ്പ് അർജുൻ പേര് അതുകൊണ്ടാണ്, സോറി. യെസ് അർജുൻ, അറിയാം, അതെ അറിയാം. ഇന്ത്യ ഹാവ് സോ മെനി കൺസ്ട്രെയിൻറ്റ്. അല്ലല്ല ഗൂഗിളെ, കൺസ്ട്രെയിൻറ്റ് ആണോ? മെനിയുടെ കൂടെ എപ്പോഴും എന്താ ഉപയോഗിക്കണ്ടേ, മറക്കല്ലേ. മെനി എന്നൊരു വാക്ക് നിങ്ങൾ ഉപയോഗിക്കണം. മെനി ഇസ് എ ഡിറ്റർമിനർ വിത്ത്, മെനി ഇസ് എ ഡിറ്റർമിനർ, അത് എന്തിനോട് യൂസ് ചെയ്യുന്ന, യൂസ്ഡ് വിത്ത് പ്ലൂറൽ നൗൺ ഓൺലി. പ്ലൂറൽ നൗൺ ആയിരിക്കണം, മെനിയുടെ കൂടെ കൊടുക്കണ്ട, മറക്കല്ലേ. മെനിയുടെ കൂടെ പ്ലൂറൽ നൗൺ ആയിരിക്കണം. അപ്പോൾ മെനി പീപ്പിൾ, മെനി മാൻ എന്ന് പറയില്ല, മെനി മെൻ എന്ന് പറയും. മെനി ചൈൽഡ് ആണോ? അല്ല, മെനി ചിൽഡ്രൻ എന്ന് പറയും, ഓർത്തോണം. അപ്പോൾ പക്ഷെ മെനി എ എന്നൊരു ഫ്രേസ് ഉണ്ട്, മെനി എ, അത് സിംഗുലറിൻ്റെ കൂടെയാണ്, അതുകൊണ്ട് സിംഗുലർ വേർബ്. മെനി എ മെൻ പറയില്ല, മെനി എ മാൻ, മെനി എ ചൈൽഡ്, മെനി എ ഗേൾ, മെനി എ സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയാം നമുക്ക്. അതോ ഇങ്ങനെയാണ്. അല്ലാതെ മെനി എന്ന്, മെനി ഒള്ളി, മെനി മാത്രം ഉപയോഗിക്കും, അതിൻ്റെ കൂടെ പ്ലൂറൽ നൗണേ കൊടുക്കാവുള്ളൂ, നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഇന്ത്യ ഹാവ് സോ മെനി കൺസ്ട്രെയിൻസ് ടു ക്യാപ്ചർ POK കേട്ടോ, അങ്ങനെ കൊടുക്കണേ, മറക്കല്ലേ. The stringent rules of his parents constrained him from choosing a stream he wanted to pursue. That's great sentence. While passing enactments, Parliament imposed constraints to act within its scope. That is great. Adra, good morning. Many a singular. Many a singular. Yes, ഞാനതാ പറഞ്ഞ മെനി അല്ലേ. മെനിയുടെ പ്രത്യേകത എന്താ? ഇറ്റ്സ് എ ഫ്രേസ്. അത് മാറിപ്പോരുത്, അത് ഓർത്ത് വെച്ചോണം. ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്നില്ല. മെനി എ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആണ്, അതിൻ്റെ കൂടെ നമ്മൾ സിംഗുലർ നൗണേ കൊടുക്കത്തുള്ളൂ, അതുകൊണ്ട് തന്നെ സിംഗുലർ വേർബും വരും. ഇവിടെ ആകുമ്പോഴോ, ഇവിടെ നമുക്ക് പ്ലൂറൽ വേർബ് വരത്തുള്ളൂ, അങ്ങനെ അല്ലേ. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ, ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഓർത്തിന്. മെനി എ ഈസ് ഡിഫറെൻറ്റ് ആൻഡ് മെനി ഈസ് ഡിഫറെൻറ്റ്, അത് ഓർത്തോണം. Yes, all the metal things and electronic devices strictly constrained in the exam hall. Yes. Good morning, Nandana. I'm the first time in live session. I love to watch your editorial session. I love you too. I love to include you as well. Please be a part of us. Welcome to the club. കേട്ടോ നന്ദന,
എല്ലാ ദിവസവും വരിക, ഡെയിലി വരിക. നമുക്ക് ഒരുപാട് പേരുണ്ട്, നമ്മൾ എന്താ പറയുക, ഒരുപാട് പേര്, ഒരുപാട് നല്ല ആൾക്കാരുള്ള ഒരു സെഷനാണ് ഇത്. നല്ല കുട്ടികൾ, ഒരുപാട് നല്ല എന്താ പറയുക, ഭയങ്കര താല്പര്യത്തോടെ പഠിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ഒരു ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് ഉള്ള ഒരു സെഷനാണിത്. ധൈര്യമായിട്ട് വരിക കേട്ടോ. യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. യെസ്. The economy of India is showing robust growth with strong foreign trade and rapid growth in manufacturing and infrastructure. Great. We built robust relationship within many constraints. Okay. His robust desire to get a job helped him to overcome his constraint. That is great. Women are facing many constraints from society. Yes. Company always allows. Okay. Allows in E വേണ്ട പ്രവി. Allows in E വേണ്ട. Allowed വരുമ്പോഴാണ് E വരുന്നത്. S ഇടുമ്പോൾ E വേണ്ട കേട്ടോ. ആ E അങ്ങ് കട്ട് ചെയ്യണേ. Company always allows to vote by proxy and the procedure is grinding on. Grinding on എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. പ്രവി സ്ഥിരം അതായിട്ട് ഉപയോഗിക്കുമായിരുന്നു അല്ലേ, പഠിച്ചതിന് ശേഷം. I love you use it. Great. അടുത്തോട്ട് പോകണേ. നെക്സ്റ്റ് സെറ്റ്, ഹാർട്ടനിങ്. എന്താണ് ഹാർട്ടനിങ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഹാർട്ടനിങ് ഇസ് എ പോസിറ്റീവ് അഡ്ജക്റ്റീവ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് ആണ് ഹാർട്ടനിങ് എന്ന് പറഞ്ഞാൽ. ഹാർട്ടനിങ് മീൻസ് ചിയർഫുൾ. നല്ല ചിയർഫുൾ ആയാന്നാണ് കേട്ടോ അർത്ഥം ശരിക്കും പറഞ്ഞാൽ. അതായത് കുറച്ചുകൂടെ ചിയർഫുൾ ആയിട്ട് ഗ്രോയിങ് ചിയർഫുൾനെസ് ആണ് അത്. അതുപോലെ കോൺഫിഡൻസ് ഗ്രോ ചെയ്യുന്ന അർത്ഥം. ദാറ്റ് ഇസ് അതൊരു അർത്ഥത്തിലാണ് പറയുന്നത്, കുറച്ചുകൂടി കൂടിയ ലെവലിലാണ് പറയുന്നത്. അപ്പോൾ ചിയർഫുൾ, കോൺഫിഡൻറ്റ്, എൻകറേജിങ് എന്നുള്ള രീതിയിലാണ് ഹാർട്ടനിങ് എന്ന യൂസേജ്. എപ്പോഴും ഓർത്തണം ING ഫോം, അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ ഗ്രോത്ത് എലമെൻ്റ് ഉണ്ട്. ING ആകുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നൊരർത്ഥത്തിലാണ്. മനസ്സിലായോ? സംഭവം ഒരു ഗ്രോത്ത് എലമെന്റ് അതിൽ എപ്പോഴും ING ഫോമിൽ എപ്പോഴും ഉണ്ടാവും, അത് ഓർത്തോണം. സോ ഹാർട്ടനിങ് എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം ചിയർഫുൾ, കോൺഫിഡൻറ്റ്, എൻകറേജിങ് എന്നാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത് നോക്കിക്കേ, അപ്റ്റിക് അറിയാലോ. ഇക്കണോമിക് ആർട്ടിക്കിൾ എന്തുവാണ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻസ് ആർട്ടിക്കിൾ ഏതും ആയിക്കോട്ടെ, അതുള്ളപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നൊരു ഒരു വേർഡാണ് അപ്റ്റിക്. അപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഇൻക്രീസ്, അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് അപ്വേർഡ് ട്രെൻഡ്, ഒരു ചെറിയൊരു ഉയർച്ച, ചെറിയൊരു ഇൻക്രീസ്, ഒരു ചെറിയ മതി, എന്നാലും അതിനാണ് നമ്മൾ അപ്റ്റിക് എന്ന് പറയാം കേട്ടോ, ഓർത്തോണം. അടുത്ത റെക്കൻ ചെയ്യുക മീൻസ് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. റെക്കൻ ചെയ്യുക മീൻസ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുക. സെയിം സാധനം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഗേജ് ചെയ്യുക പറഞ്ഞില്ല, അതേ സാധനമാണ്. വേറൊരർത്ഥം കൂടെ റെക്കൻ ഉണ്ട്, കൺസിഡർ ചെയ്യുക, കരുതപ്പെടുക, റിഗാർഡ് ചെയ്യുക. സെയിം, കൺസിഡർ ഓർ റിഗാർഡ് സെയിം മീൻ, അതാണ് റെക്കൻ. സം ഇക്കണോമിസ്റ്റ് റെക്കൻ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ദാറ്റ്. ഇത് ഇന്നാളും നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്ക് എന്നാലും നോക്കാം. സെൻറ്റൻസ് നോക്കട്ടെ. വെൻ ഐ ബങ്ക് hours in college, my friends give proxy in my absence. Oh, അടിപൊളി. ഗവർണർ is proxy of the center to state. All right, great. The government should be a proxy of the people. Yes, it must be. He's heartening. They hired him. Great. The blip windfall, okay, heartened him. All right. Cheered him, okay, or encouraged him. That's great. India's proxy always gauges for India's requirement. Yes. Robust attitude always helps to improve our standard of living. Great. That is great. അടുത്ത നോക്കിയ TAD. How was your exam? ഒരു എക്സാമ്പിൾ പറയാട്ടോ. TAD. How was your exam? It was TAD difficult. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. TAD എന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റ്സ് എൻ ഇൻഫോർമൽ യൂസേജ്. ഓർത്ത് വെച്ചോണേ, ഈ TAD എന്ന വാക്ക് നിങ്ങൾ ഇൻഫോർമൽ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുക പിള്ളേരെ, ഈ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ലെവലൊക്കെ കൂട്ടാൻ നിങ്ങൾക്ക് ഭയങ്കര ഇതായിരിക്കും. ഇറ്റ് വാസ് എ ബിറ്റ് ടഫ് എന്ന് നമ്മൾ പറയാം. കുറച്ച് ടഫായിരുന്നു. സെയിം സാധനമാണ് TAD. ഇൻഫോർമൽ യൂസേജ് ആണ്. സംഭവം ഇത്രേ ഉള്ളൂ. TAD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ്, സംവാട്ട്, a little, slightly. അഡ്വേർബൽ എക്സ്പ്രഷൻ ആണേ. അത് നമുക്ക് ഇൻഫോർമൽ ആയിട്ട്, നിങ്ങൾ ഫോർമലായിട്ട് ഒരിക്കലും എഴുതരുത്. a little എന്നുള്ള യൂസേജിലാണ്, വളരെ കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണ്. a tad difficult one. Exam was tad difficult. എ വേണ്ട, എക്സാം വാസ് tad difficult ആയിരുന്നു എന്ന് പറയില്ലേ. a bit എന്ന അർത്ഥത്തില്ലേ, സെയിം സാധനമാണ് കേട്ടോ. a bit tough എന്നുള്ള അർത്ഥത്തിലാണ്. a bit, a little, ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ, അബിറ്റ് എന്ന അർത്ഥത്തിലാണ് ഓർത്തോണം TAD എന്ന വാക്ക് കേട്ടോ. ഒരു തവണ ഞാൻ ഇത് എഡിറ്റോറിയൽ പറഞ്ഞിട്ട് കുറേ ആയി ഇപ്പോൾ പറഞ്ഞിട്ട്. അടുത്ത മാർ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാർ ഇസ് വേർബ്. അത് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ ഡബിൾ ആർ വരും കേട്ടോ, അത് ഓർത്തോണേ. മാർഡ് വരും. മാർ എന്ന് പറഞ്ഞാൽ ഇമ്പയർ ചെയ്യാം. ഇമ്പയർ ഏത് വാക്കിൻ്റെ ഓപ്പോസിറ്റാ? റിപ്പയർ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ റിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യത്തിനെ മെൻഡ് ചെയ്യുക, റിപ്പയർ എന്ന് പറയില്ലേ. എന്നാൽ മാറിയെന്ന് പറഞ്ഞാൽ നമ്മളതിനെ സ്പോയിൽ ചെയ്യാണ്, അല്ലേ, കുളവാക്കാണ്. സ്പോയിൽ, റൂയിൻ, ഇമ്പയർ, ഡിസ്ഫിഗർ, അതാണ് മാർ എന്ന വാക്കിൻ്റെ അർത്ഥം. വേർബാണ്, ഓർത്തോണം മാർ.
ഇമ്പയർ, സ്പോയിൽ, റൂയിൻ, ഡിസ്ഫിഗർ എന്നൊക്കെ അർത്ഥം. ഓക്കെ, മറന്നുപോകാതെ ഇരുന്നോളൂ അല്ലേ. അതുപോലെ ഇത്രയും പേര് ലൈവിലുണ്ടല്ലോ, 60 ആൾക്കാരോളം ലൈവിലുണ്ട്. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. പക്ഷേ വീഡിയോ എന്ന് നോക്കിയേ, വീഡിയോയിൽ ഒരു ലൈക്ക് ഇല്ലല്ലോ. എന്നിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ പിള്ളേരെ? ഇതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യണ്ടേ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ടേ, അതുപോലെ മറ്റുള്ളവർക്ക് അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തേ, മറ്റുള്ളവരിലോട്ട് എത്തട്ടെ. അവർക്കൂടെ ഉപകാരപ്പെട്ടെ നമ്മുടെ ഈ സെഷൻ അല്ലേ? ഉപകാരപ്പെടണ്ടേ? അപ്പോഴല്ലേ അതിനൊരു സുഖം. യെസ്, ലെറ്റ് മീ സീ യുവർ സെന്റൻസ്. സന്തോഷ് തോഷ് കുളങ്ങര is a heartening person. Great. Recently, Kerala braces for an uptick in COVID-19 cases. Yes. As a result of uptick in profits, the management of company decided to reckon the hike in salary. That's great. Uptick in the face value of ITC shares took 3 years. Yes. Hi, Ashwati. Good morning. Kollale. Oh, thank you. Thank you so much. Their reckoning got married. Sorry, their reckoning got marred. Oh, so sorry. എൻ്റെ കണ്ണിന് പിന്നെയും പ്രശ്നമായോ? Their reckoning, okay, their measure calculation അതായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നത്. Okay, got marred. That is great. It is a tad വേണ്ട ഡിപ്പിനെ. It is a tad വേണ്ട, it is tad. It is tad noun അല്ലേ? Tad noun അല്ല, നമ്മൾ അഡ്വേർബൽ എക്സ്പ്രഷനിലാണ് ഉപയോഗിക്കുക. അഡ്വേർബ് അതുകൊണ്ട് ഇൻഫോർമൽ യൂസേജ് ആണ് കേട്ടോ. പിന്നെ ടാഡിന് നൗണായിട്ട് ഉപയോഗിക്കും, വളരെ റെയറസ്റ്റ് ഓഫ് ദി റെയർ ആണ്, ബട്ട് ഇൻഫോർമൽ യൂസേജ് ആണ് കേട്ടോ. ടു ഇങ്ങനെ വേണ്ട, ടാറ്റ് ഇറ്റ് ഈസ് ടു ടാഡ് അങ്ങനെ വേണ്ട. ടു എന്ന് പറയുന്നത് തന്നെ അഡ്വേർബാണ്, അപ്പോൾ ടാഡും കൂടെ ഇതിന് വേണ്ട, ഇങ്ങനെ കൊടുക്കാം. ഇറ്റ് ഈസ് ടാഡ് ടു എക്സ്പെൻസീവ് എന്ന് കൊടുത്തോ. ഇറ്റ് ഈസ് ടാഡ് ടു എ വേണ്ട, ഇറ്റ് ഈസ് ടാഡ് ടു എക്സ്പെൻസീവ് ഫോർ മീ എന്ന് കൊടുത്തു. അത് കറക്റ്റ്, അങ്ങനെ കൊടുത്തു. ഈവൻ എ അപ്റ്റിക് അല്ല ഗുരുദാസെ, അപ്റ്റിക്കിന്റെ സ്പെല്ലിങ് യു ആണെങ്കിലും ഇത് നോക്കിയേ, പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ചു നോക്കിയേ, അപ്റ്റിക് ആ ആണ് അല്ലേ, ആ സൗണ്ട് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് നിനക്ക് എന്ത് പറയാം, ആൻ അപ്റ്റിക് എന്ന് കൊടുക്കാം. ഇവിടെ ആനെ കൊടുക്കാവുള്ളൂ കേട്ടോ. ഈവൻ ആൻ അപ്റ്റിക് കൊടുക്കണം കേട്ടോ. ഈവൻ ആൻ അപ്റ്റിക് ചേഞ്ച് റെക്കൺസ് എ ഹാർട്ടനിങ്, റിക്കറ്റ്സ് ആസ് ഹാർട്ടനിങ്. പിന്നെ അസിന്റെ ആവശ്യം എന്താ? ഹാർട്ടനിങ് അഡ്ജക്റ്റീവ് ആയിട്ടല്ലേ, റെക്കൺസ് ആസ് ഹാർട്ടനിങ്, അത് മതി. അസ് അവിടെ വേണ്ട അവിടെ കേട്ടോ. സീക്കിംഗ് ഇംപ്രൂവ്മെന്റ് ഇൻ വൊക്കാബുലറി മേക്സ് മീ ഹാർട്ടനിങ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. The excessive consumption of junk food daily marred her health. That is great. Exam was too tired to handle. That is great. അത് കൊള്ളാം. Too tired. That was great. Too tired to handle. Okay. Moving on. അടുത്തോട്ട് പോവാം. Next set. ഡിസോണൻറ്റ്. എന്താണ് ഡിസോണൻറ്റ് എന്ന് അർത്ഥം? ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഡിസ് എന്ന വാക്ക് വരുമ്പോഴത്തേന് ഓർത്തോളം ദാറ്റ് ഇസ് സംതിങ് നെഗറ്റീവ് വേർഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയല്ലേ നെഗറ്റീവ് വേർഡാണ്. നെഗറ്റീവ് വേർഡാണ്. സോ ഡിസോണൻറ്റ് എന്ന് പറഞ്ഞാൽ, അസോണൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഹാർമോണിയസ് ആയിട്ടുള്ള എന്ന് പറയും അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസോണൻറ്റ്. അപ്പോൾ ഡിസോണൻറ്റ് പറഞ്ഞാൽ ഇൻഹാർമോണിയസ് അല്ലെങ്കിൽ ഡിസ്കോർഡൻറ്റ്, വഴക്ക് എന്തായാലും വൈരുദ്ധ്യമുള്ള, അതാണ് ഡിസോണൻറ്റ്. അസോണൻറ്റ് പറയില്ലേ, അസോണൻറ്റ് ആണ് ഇതിൻ്റെ എന്താ പറയുക ഓപ്പോസിറ്റ്, ആൻറ്റണിം കേട്ടോ. അസൊനൻസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, അത് നൗണ്. ഡിസൊണൻസ് നൗണ്, അസൊനൻറ്റ് അഡ്ജക്റ്റീവ്, ഡിസൊണൻറ്റ് അഡ്ജക്റ്റീവ്. സോ അഡ്ജക്റ്റീവ് ആണ് ഇൻഹാർമോണിയസ്, ഡിസ്കോർഡൻറ്റ്, ഇൻകോൺഗ്രുവസ്, തമ്മിലൊരു എന്താ പറയുക, ഒരു ചേർച്ചയില്ലായ്മ. ദാറ്റ് ഇസ് ഡിസൊണൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി അത് കേട്ടോ. അടുത്ത വാക്ക് നോക്കിയേ, ഇറ്റ് ഇസ് ഫ്ലാഗിങ്. എന്താ ഫ്ലാഗിങ് എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താ? ഫ്ലാഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്ലൈനിങ്, എന്തെങ്കിലും ഒരു കാര്യം കുറയുവാണ്, ഒരു കാര്യത്തിൻ്റെ ഇത് വളരെ കുറഞ്ഞു പോവാണ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്ലാഗിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. എക്കണോമിക് സെക്ടറിലെ ഫ്ലാഗിങ് കാണാൻ പറ്റും, ഫ്ലാഗിങ് എക്കോണമീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അഡ്ജക്റ്റീവാണ്, ഡിക്ലൈനിങ് ആയിട്ടുള്ള, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ലെസണിങ്, ബി വീക്കർ ആയിക്കൊണ്ടിരിക്കുക. ബി വീക്കർ, ഞാൻ വീക്ക് എന്നല്ല ഇട്ടേക്കണേ, വീക്കറാണ്, അതായത് വീക്കർ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ING ഫോം ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്, അതുകൊണ്ടാണ് അതിന് ഞാൻ വീക്കർ എന്നിട്ട് കൊടുത്തേക്കുന്നത്. ദാറ്റ് ഇസ് മീനിങ് ഫോർ ഇറ്റ് കേട്ടോ. അടുത്ത് നോക്കിയേ, ഡാംപൻ. നമ്മൾ കേട്ടിട്ടുണ്ട് ഡാംപൻ എന്ന വാക്ക്. ഡാംപൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ലെസൺ ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, കുറയ്ക്കുക. അല്ലെങ്കിൽ ഒരർത്ഥമുണ്ട് മോയ്സ്റ്റൻ ആക്കുക, വെറ്റ് ആക്കുക എന്നൊക്കെ അർത്ഥം ഡാംപന്, രണ്ടർത്ഥമുണ്ട് കേട്ടോ. അടുത്ത് നോക്കിക്കേ, സസ്റ്റെയിൻ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്ട്രെങ്തൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നാണ് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ള അർത്ഥം അല്ലേ. എന്നാൽ അതേപോലെ സസ്റ്റെയിന് വേറൊരത്തോടുണ്ട്, അണ്ടർഗോ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക അല്ലേ, ഒരു കാര്യത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുക എന്ന് പറയില്ല, അതാണ് സസ്റ്റെയിൻ അർത്ഥം. ഓക്കെ. അടുത്തത് അണ്ടർവെൽമിങ്. ഓവർവെൽമിങ് കേട്ടിട്ടില്ലേ? ഓവർവെൽമിങ് അതിൻ്റെ എന്താ നെഗറ്റീവ്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയാം.
അണ്ടർവെൽമിങ്, ഓവർവെൽമിങ് കേട്ടിട്ടില്ലേ? സോ അണ്ടർവെൽമിങ്, ഓവർവെൽമിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഓവർവെൽമിങ് ഓഫ് ഇമോഷൻസ്, അങ്ങ് നിറഞ്ഞു തുളുമ്പുവാണ് ഇമോഷൻസിൻ്റെ അല്ലേ. പക്ഷേ അണ്ടർവെൽമിങ് ഈസ് ഡിസപ്പോയിൻറ്റിംഗ് ആണ്, അൺഇംപ്രസീവ് ആണ്, ഒട്ടും ഇംപ്രസീവ് അല്ലാത്തത് നെഗറ്റീവ് ആണ് അണ്ടർവെൽമിങ്. അൺഇംപ്രസീവ്, ഡിസപ്പോയിൻറ്റിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഡിസപ്പോയിൻറ്റിംഗ്, അതുപോലെ തന്നെ അൺഇംപ്രസീവ്, അതാണ് അണ്ടർവെൽമിങ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ, മറക്കല്ലേ, ഓർത്ത് വെച്ചോണം. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ സെൻറ്റൻസ് വായിക്കട്ടെ. ലെറ്റ് മീ സീ യുവർ സെൻറ്റൻസസ്. അപ്പോൾ ഓക്കെ, യെസ്. The team is clearly reckoned the uptake of the fluid in the new apparatus. അല്ല, ഈസ് അവിടെ വേണ്ട കേട്ടോ. ഓക്കെ പാർവതി, the team clearly reckoned the uptake of the fluid in the new apparatus. അത് മതി കേട്ടോ. ഈസ് ക്ലിയർലി റെക്കൻഡ് അവിടെ ഉണ്ട്. ഈസ് വരുമ്പോൾ അത് പാസീവായി, ഇവിടെ പാസീവ് അല്ല കൊടുത്തേക്കുന്നത്, ടീം കൺസിഡർ ചെയ്തു എന്നുള്ളതല്ലേ, അപ്പോൾ വേണ്ട, ഈസ് അവിടെ വേണ്ട കേട്ടോ. ആഫ്റ്റർ വിസിറ്റിംഗ് ഡോക്ടർ എ ടാഡ് ക്യൂർ എ ടാഡ് ക്യൂർ അല്ല, ദർ ഇസ് എ ടാഡ് ക്യൂർ, ദർ ഇസ് എ ടാഡ് ക്യൂർ എന്ന് പറയില്ല. ക്യൂർ എന്ന് പറയുമ്പം കുറവുണ്ടെന്നല്ലേ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ മേഘ ഉദ്ദേശിക്കുന്നത് കുറവുണ്ടെന്നല്ലേ. ദർ ഇസ് എ ടാഡ്, ഇങ്ങനെ പറയാം, മൈ ഫീവർ ഇസ് ടാഡ് കുറഞ്ഞു എന്നുള്ള രീതിയിൽ പറയാലോ. അപ്പോൾ എന്ത് പറയും, ടാഡ് ബെറ്റർ എന്ന് കൊടുത്തു, അങ്ങനെ കൊടുക്കാം, ഇങ്ങനെ പറയാം. ഒന്നുകൂടെ പറയാം. ആഫ്റ്റർ വിസിറ്റിംഗ് ഡോക്ടർ മൈ ഫീവർ ഇസ് ടാഡ് ബെറ്റർ, മൈ ഫീവർ ഇസ് ടാഡ് ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ സെറ്റ് ആവുന്നത് കേട്ടോ. ഷീ നീഡ്സ് ടാഡ് ഓഫ് ഷുഗർ പറയില്ല, ടാഡ് ഓഫ് അതല്ല ഞാൻ പറഞ്ഞത്, ടാഡ് ഇസ് എൻ അഡ്വേർബ്. എ ടാഡ് ഓഫ് ഇല്ല, a bit എന്നാണ് മീനിങ്, ടാഡ് ഉള്ളൂ, ആ ടാഡ് ഇല്ല, വെറും ടാഡ് ഉള്ളൂ കേട്ടോ. റുപ്പീസ് വാല്യൂ ഹാസ് ആൻ അപ്റ്റിക് ചേഞ്ച്. റുപ്പീസ് വാല്യൂ, റുപ്പിയുടെ വാല്യൂ എന്നല്ലേ അനുപ, അപ്പോൾ അപ്പസ്ട്രോഫി കൊടുക്കണമല്ലോ. റുപ്പി കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കഴിഞ്ഞ് ടെസ്റ്റ് കൊടുക്കുക. റുപ്പിയുടെ വാല്യൂ ഹാസ് ആൻ അപ്റ്റിക് ചേഞ്ച് എന്ന് കൊടുക്കുക കേട്ടോ. മൈ ബ്രദർ ഓൾവേസ് സ്മാർട്ട് മൈ ടോയ്സ്, മൈ ബ്രദർ ഓൾവേസ് സ്മാർട്ട് അല്ല, ഓൾവേസ് മാർസ്, നശിപ്പിക്കുന്നു, ഓൾവേസ് അല്ല എപ്പോഴും, അപ്പോൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ് കൊടുക്കുക. ദ റഷ്യ ഉക്രൈൻ വാർ ഇസ് സ്റ്റിൽ ഡിസണന്റ്, യെസ്. ഇക്കണോമിക് ക്രൈസിസ് ഇൻ ശ്രീലങ്ക, മാർഡിന് 2 R ഉണ്ട് കേട്ടോ, ഡബിൾ R ഉണ്ട്. അനഘ, മാർദി ലൈഫ് ഓഫ് ഇറ്റ്സ് നേറ്റീവ്സ്, യെസ്. വെൻ എ പേഴ്സൺ ഇസ് അൺസൗണ്ട് മൈൻഡ്, വെൻ എ പേഴ്സൺ ഇസ് അൺസൗണ്ട് എന്ന് പറയാം, സൗണ്ട് ആയിട്ട് അല്ലാതിരിക്കുന്ന അവസ്ഥ, നോട്ട് സൗണ്ട് എന്ന് പറയാം. when a person is not in sound mind, അങ്ങനെ കൊടുക്കുക. when a person is not in sound mind, gap ഇട്ടിട്ട്, while he is instituting a suit, his period of limitations reckoned from the date on which he becomes sound mind, yes. gap ഇടണം, എന്നാലേ കറക്റ്റ് ആവും. the ongoing conflict between Russia and Ukraine marred many cities in Ukraine, yes. India and China are in a dissonant റിലേഷൻഷിപ്പ്, ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഇന്ത്യയുടെ I ക്യാപിറ്റൽ കൊടുക്കണമെങ്കിൽ ചൈനയുടെ C ക്യാപിറ്റൽ കൊടുക്കുക കേട്ടോ, മറക്കല്ലത്. സോഷ്യൽ ഡിസണൻസ് ഓഫ് ഇന്ത്യ ഇസ് വൺ ഓഫ് ദ കോസ്. ചിപ്പി വൺ ഓഫ് ദ കോസ് അല്ല, വൺ ഓഫ് ദ കോസസ്. വൺ ഓഫ് ദ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പ്ലൂറൽ നൗൺ. വൺ ഓഫ് ദ കോസസ് ഓഫ് സ്ലോ ഇക്കണോമിക് ഗ്രോത്ത്, ഓക്കെ. ആസ് എ റൈറ്റർ മൈ ഫ്രണ്ട്സ് works are underwhelming, all right. The tussle between them arose because of dissonance അത് നൗണ് കൊടുക്കുക കേട്ടോ. ഇത് ഡിസൊണന്റ് അഡ്ജക്റ്റീവ് അല്ലേ ഷമാസെ, അപ്പം നിനക്ക് എന്നാ കൊടുക്കണം, അത് നൗണ് കൊടുക്കണോ എങ്കിൽ നീ ഇത് കൊടുക്കുക, ഡിസൊണൻസ് കൊടുക്കുക. അസൊണൻസ് പോലെ ഡിസൊണൻസ്, ഇപ്പം അത് നൗണായി കേട്ടോ. ഡിസൊണൻസ് കൊടുക്കുക ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇന്ത്യസ് വിൻ ഇൻ കോമൺവെൽത്ത് ഗെയിംസ് ഓൾവേസ് ഹാർട്ടൻ എവറി ഇന്ത്യൻ, യെസ്. My exam result was underwhelming, that is great Darshana. His performance was underwhelming which dampened his score, yes, great. Having curd in night dampens digestion, yes. In night alla to adorthone, in night alla adendu kodukanam, in night alla at night kodukanam ketto Ashwati. Having curd at night, orikkalum in night nammal parilla, having curd at night dampens digestion, okay. It was an underwhelming crime drama, that is great. All right, moving on. He sustained himself to achieve his life goal, that is great. Moving on. Turmoil, എന്താണ് turmoil കേട്ടിട്ടില്ലേ? ഫിസിക്കൽ turmoil, ഇക്കണോമിക് turmoil. turmoil എന്ന് പറഞ്ഞാൽ വഴക്ക് വെക്കാനൊക്കെ ഉള്ള എടുത്ത് എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നതാണ്. കൺഫ്യൂഷൻ, ഡിസ്റ്റർബൻസ്, അൺസർട്ടനിറ്റി, അതാണ്
ടേമോയിൽ എന്ന വാക്കിൻ്റെ അർത്ഥം. സോ ടേമോയിൽ എന്ന വാക്ക് നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്, സ്ഥിരമായി കേൾക്കുന്ന കാര്യമാണ്. അറിയില്ലാത്തവർക്ക് വേണ്ടി പുതിയത്, അറിയുന്നവർക്ക് അറിയാലോ, ഇറ്റ്സ് ജസ്റ്റ് എ റിവിഷൻ. അവെയിൽ കഴിഞ്ഞ സാറ്റർഡേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ് അവെയിൽ. അവെയിൽ ചെയ്യുക മീൻസ് യൂസ്. അവെയിൽ എന്ന് പറഞ്ഞ നൗൺ ഉണ്ട്. അവെയിൽ യു ക്യാൻ, ഇറ്റ് ഈസ് ഓഫ് യുവർ അവെയിൽ, ഇറ്റ് ഈസ് ഓഫ് യോർ യൂസ്, നിന്റെ ഉപയോഗത്തിന് വേണ്ടി, നിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് ഫോർ യോർ അവെയിൽ, നിന്റെ യൂസിന് വേണ്ടിയിട്ടാണ്, നിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഐ എം ടെല്ലിങ് ഇറ്റ് ഫോർ യോർ അവെയിൽ എന്നൊക്കെ പറയില്ല ആ സാധനം. നൗൺ വേർബായിട്ട് ഉപയോഗിക്കാം. ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, ബെനിഫിറ്റ് ചെയ്യുക, ഉപകാരപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ്. ബെനിഫിറ്റ് എന്ന വേർബും ഉണ്ട്, ഓർത്തോണം കേട്ടോ. ബെനിഫിറ്റ് എന്ന വേർബ് ഉണ്ട്, ഹെൽപ്പ് എന്ന വേർബ്, അസിസ്റ്റ് എന്ന വേർബ് ഒക്കെ അറിയാലോ അത്. എന്നാൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഇതിന് പറയുന്ന യൂസേജ് എന്താ? അവെയിൽ ചെയ്യുക, യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുന്ന ഒരർത്ഥത്തിലാണ്. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് രണ്ടും ഇന്ത്യൻ ഇംഗ്ലീഷിൽ യൂസേജ് ആണ് കേട്ടോ. യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ബാക്കി അതിൻ്റെ മീനിങ് ഉപയോഗപ്പെടുത്തുക, ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് ഇന്ത്യൻ ഇംഗ്ലീഷിലാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ, കജോൾ. കജോൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കജോൾ ചെയ്യുക മീൻസ് പെർസ്വേഡ് ചെയ്യുക, വീഡിൽ ചെയ്യുക, കോക്സ് ചെയ്യുക, അല്ലെങ്കിൽ ടോക്ക് ഇൻ ടു. ഒരാളോട് നമ്മൾ പറഞ്ഞ അയാളെ നമ്മൾ അതൊരു കാര്യം ചെയ്യിപ്പിക്കാൻ ഒരു പെർസ്വേഡ് ചെയ്യില്ല. ഒരാളൊന്ന് പറഞ്ഞ് നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, കുറച്ചൊന്ന് പെർസ്വേഡ് ചെയ്യണം, ഒന്ന് ഉന്തണം, ഒരാളെ കുറച്ചൊന്ന് ഉന്തണം, എന്നാലേ അവരൊരു കാര്യം ചെയ്യത്തുള്ളൂ. അങ്ങനെയുള്ളവരുണ്ടാവല്ലോ. സോ ദർ ആർ സം പീപ്പിൾ, ചിലർക്ക് എന്താ പറയുക, കുറച്ചൊരു പുഷ് വേണം ഫ്രം സംബഡി, അങ്ങനെ ഒരു ആവശ്യമുണ്ട്. അങ്ങനെയാണ് കജോളിയ. അതാണ് ഈ പുഷ് കൊടുക്കുന്നതിനാണ് കജോളിയ പറയാം. പെർസ്വേഡ് ചെയ്യുക, വീഡിൽ ചെയ്യുക, കോയക്സ് ചെയ്യുക, ഓർ talk into. Phrasal verb I talk into. I talked him into the deal. I talked him into the deal. ഡീലിലേക്ക് ഞാൻ അങ്ങനെ അവനെ ഞാനാണ് ഇത് ചെയ്തിട്ട് ഡീലിലോട്ട് വേണ്ടി കൊണ്ടുവന്നത്, അല്ലേ? ഒന്ന് പെർസ്വേഡ് ചെയ്തത് അർത്ഥം. അടുത്ത എക്സാസബേറ്റ്. ഓർമ്മയുണ്ടോ എക്സാസബേറ്റ്? ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എക്സാസബേറ്റ് വേർബാണ്. അഗ്രോവേറ്റ് ചെയ്യുക, വഷളാക്കുക, അല്ലെ? കൂട്ടാണ്, ഒരു ഇന്റൻസിറ്റി വരുന്നതിന് കൂട്ടുക. വേഴ്സൺ ചെയ്യുക, ഇന്റൻസിഫൈ ചെയ്യുക, ഇൻഫ്ലെയിം ചെയ്യുക എന്നൊക്കെയാണ് എക്സാസബേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. സോ അപ്പൊ പിന്നെ വേറൊരു വാക്കുകൂടെ ഉണ്ടല്ലോ, എക്സാസബേറ്റ് പോലെ തന്നെ എക്സാസ്പെറേറ്റ്, അല്ലെ? എക്സാസ്പെറേറ്റിന്റെ മീനിങ് എന്താ പഠിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലെ? എക്സാസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്യുക, അല്ലെ? ഫ്രസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രസ്ട്രേറ്റ് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് എക്സാസ്പെറേറ്റ് ചെയ്യുക എന്നർത്ഥം. ഇറിറ്റേറ്റ്, ഫ്രസ്ട്രേറ്റ് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ, ഓർത്തോണം. അതാണ് എക്സാസ്പെറേറ്റ്. എക്സാസ്പെറേറ്റും എക്സാസബേറ്റും രണ്ട് ആണ്, ഓർത്തോണം. എപ്പോഴും അത് ഓർത്ത് വെച്ചത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്നതാണ്. അടുത്ത റിഫ്രെയിൻ. റിഫ്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ, റിഫ്രെയിൻ ഫ്രം സംതിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ വിട്ട് നിൽക്കുക. അബ്സ്റ്റെയിൻ ഫ്രം, അല്ലെ? സ്റ്റോപ്പ് വൺ സെൽഫ് ഫ്രം, ഡിസിസ്റ്റ്, ഹോൾഡ് ബാക്ക്, ഫോർഗോ എന്നാണ് റിഫ്രെയിൻ എന്ന വാക്കിന്റെ അർത്ഥം, അല്ലേ? യെസ്. എക്സസ്പെറേറ്റ്, യെസ്. അനോയ്, യെസ്, അല്ലേ? അത് തന്നെ. Even though COVID dampened his immunity, he sustained. That is great. All right. He strengthened. Sustained തന്നെ കൊടുത്ത അതിൻ്റെ കൂടെ ഒബ്ജക്റ്റ് വേണം കേട്ടോ. ഷമാസെ he sustained himself എന്ന് കൊടുക്കും കേട്ടോ. He sustained himself. ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒബ്ജക്റ്റ് വേണ്ട വെർബുകൾക്ക് ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ റിഫ്ലെക്സീവ് പ്രൊനൗൺ ഇട്ട് കൊടുത്തേ ഷമാസെ. Even though COVID dampened his immunity, he sustained himself എന്ന് കൊടുക്കും കേട്ടോ. Eminent person said that one was successful only through sustaining what? അതും കൂടെ കൊടുക്കണം. sustaining എന്ത്? ഒബ്ജക്റ്റ് വേണോ സസ്റ്റെയിൻ കേട്ടോ. We can dampen a person's confidence by saying anything bad. Yes, satyam. We are getting underwhelming news from Sri Lanka nowadays. Yes. Turmoil is always faces by everyone. അല്ല, turmoil is always faced by everyone. അവിടെ പാസീവ് ആണ് വേണ്ടത്, faces by everyone അല്ല പ്രവി, പാസീവ് തന്നെ വേണ്ടേ, faced by everyone. Turmoil is always faced by everyone while taking an important decision. അല്ലേ? ഒരു കൺഫ്യൂഷൻ അടിക്കാറുണ്ട് എല്ലാവരും. Turmoil is always faced by everyone while taking an important decision. Okay. Abstaining of Neeraj Chopra from Commonwealth Games was an underwhelming news for India. Yes, Satyam. The laptops and mobile phones are considered turmoil when aspirants study. Okay, confusion, disturbance. RBI should cajole banks towards external benchmarking. All right. My sister my sister gives me a book to avail my studies. My sister gives me. അല്ലെങ്കിൽ past tense ആണെങ്കിൽ മേഘ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ് കൊടുക്കണം. ഇനി അതല്ല മേഘയ്ക്ക് അത് past tenseലാണ് ഉപയോഗിക്കുകയെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. മൈ സിസ്റ്റർ ഗേവ് മീ, അപ്പോൾ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ അത് ഗ്രാമാറ്റിക്കലി തെറ്റാവും. ഹിസ് cajoling availed her in turmoil. All right. After my higher study,
after my higher secondary what? Deepake, after my higher secondary എന്ത്? After my higher secondary studies എന്നോ അല്ലെങ്കിൽ after my higher secondary class എന്നോ എന്തെങ്കിലും കൊടുക്കണം. ഹയർ സെക്കൻഡറി ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് വേണം? നൗൺ വേണം. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ആഫ്റ്റർ മൈ ഹയർ സെക്കൻഡറി സ്റ്റഡീസ് എന്ന് കൊടുക്കാം കേട്ടോ. I was in a turmoil അങ്ങനെ കൊടുക്കണം കേട്ടോ. After my higher secondary studies, I was in a turmoil to select career എന്ന് കൊടുക്കാം. Government of Kerala asks district collectors to refrain from conducting an NPR process. Okay. Parents cajoled him to join the repeat batch after +2. Yes, India, Israel, US and UAE come together to boost business and diplomatic ties and to hedge bets in a world of turmoil. That's great. He cajoled his wife back to her career. That is great. Nowadays, cooperative bank avail poor's wealthy to അത് എനിക്ക് മനസ്സിലായില്ല. പൂർ ആൾക്കാരുടെ എന്ത്? വെൽതിയോ? വെൽത്താണോ? വെൽതാണോ ഗുരുദാസെ? വെൽത്ത് ടു എക്സാസബേറ്റ് ദർ വെൽത്ത് turmoiling the members. ടർമോയിലിന് വേർബ് ഉണ്ട്, വേർബ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. turmoiling the members അതിന് മീനിങ് കേട്ടോ. നന്ദീഷ ഗുഡ് മോർണിംഗ്. ഉഷാറാണോ? പനിയൊക്കെ കുറഞ്ഞോ? നന്ദീഷിന് പനി പിടിച്ചൊക്കെ കുറഞ്ഞോ? Refrain from exasperation, you will succeed. That's great. Internet is an avail, also a turmoil too. All right, that's great. Restraining a person from going to one direction is an offense under IPC. That is great. Moving on to next set, പിള്ളേരെ. അപ്പോൾ നമ്മുടെ ഈസി ഇംഗ്ലീഷ് കോഴ്സ് ഞാൻ പറഞ്ഞു 4-ാം തീയതി ആരംഭിക്കുകയാണ്. ബേസിക്സ് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് ഇനി ബേസിക്സ് ഇല്ലാത്തവരാണെങ്കിലും നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ആർക്കെങ്കിലും ബേസിക്സ് ഇംഗ്ലീഷിന് കുറവാണെങ്കിൽ പറയാം. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ബേസിക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബേസിക് മുതൽ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. റിമ മിസ്സും ഞാനും കൂടെയാണ് കൈകാര്യം ചെയ്യുന്നത്. കോഴ്സ് ഫീ 870 രൂപയാണ്. നിങ്ങൾക്ക് കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും. എൻ്റെ കോഡ് ഇതാണ് Y314 കേട്ടോ. Y314 കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 870 രൂപയ്ക്ക് കോഴ്സ് അവൈൽ ചെയ്യാൻ പറ്റും. വളരെ അഫോർഡബിൾ റേറ്റ് ആണ്. മാത്രമല്ല 40 ക്ലാസ്സുകളാണ് ഉള്ളത്, 40 മണിക്കൂറിൻ്റെ ക്ലാസ്സുകൾ കേട്ടോ. 12 മണിക്കും 4 മണിക്കും എല്ലാ ദിവസവും 4 മണിക്ക്, കൂടുതലും 4 മണിക്കാണ് ക്ലാസ്. ചില ദിവസങ്ങൾ മാത്രം 12 മണിക്കും വരും കേട്ടോ. നമുക്ക് പെട്ടെന്ന് ക്ലാസ്സുകൾ എന്തായാലും നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്നവരൊക്കെ ഉണ്ടാവും. ബേസിക്സ് ഇംഗ്ലീഷ് കുറവുള്ളവർ ആ 20 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ധൈര്യമായിരിക്കും, അത് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും. അതുകൂടാതെ ദേവസ്വം ബോർഡിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ബേസിക്സ് കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. കാരണം ഇംഗ്ലീഷ് 10 മാർക്കുണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്ത് റാങ്കിൻ്റെ സ്കോപ്പ് കുറയും. അതൊന്ന് ശ്രദ്ധിച്ചോളാം. നിങ്ങൾക്ക് എന്തായാലും ജോലിക്ക് കയറണം, അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. അതൊന്ന് ശ്രദ്ധിച്ചോളാം. അതുകൂടാതെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ 4ാമത്തെ ബാച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് 8-ാം തീയതി ആരംഭിക്കുകയാണ്. കോഴ്സ് ഫീ 2350 രൂപയാണ്. വിത്ത് റിഡക്ഷൻ ആണ് കേട്ടോ. നമ്മൾ Y314 കോഡ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിഡക്ഷൻ ഇത്. അപ്പോൾ ഉപയോഗിക്കുക, ജോയിൻ ചെയ്യാം, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകാം. അടുത്തത് നോക്കാം. ഡെലിബറേറ്റ്. എന്താ ഡെലിബറേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? ഒരു തവണ ഓർമ്മയുണ്ടോ? ഞാൻ ഡെലിബറേറ്റ് എന്ന വാക്ക് പറഞ്ഞു ഡെലിബറേറ്റ് വേർബായിട്ട് ഉപയോഗിക്കും, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. ഡെലിബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺസിഡർ കെയർഫുള്ളി, വളരെ എന്താണ് പറയുക, തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു തോട്ട്ഫുൾ ആയിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കുക. തിങ്ക് കെയർഫുള്ളി അല്ലെ, കൺസിഡർ കെയർഫുള്ളി, തിങ്ക് അബൌട്ട് സംതിങ് കെയർഫുള്ളി. ഒരു കാര്യത്തെപ്പറ്റി വളരെ സൂക്ഷിച്ച് ആലോചിച്ച് തീരുമാനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്താ പറയുക ഡെലിബറേറ്റ് ചെയ്യുക. തിങ്ക് അബൌട്ട് സംതിങ് കെയർഫുള്ളി, തിങ്ക് അബൌട്ട് സംതിങ് കെയർഫുള്ളി, കൺസിഡർ സംതിങ് കെയർഫുള്ളി എന്നാണ് ഈ ഡെലിബറേറ്റ് ചെയ്യുക എന്ന വേർബിൻ്റെ അർത്ഥം. അഡ്ജക്റ്റീവായിട്ട് പറയുമ്പോഴോ ഇന്റൻഷൻ ആയിട്ടുള്ളത്, ഇന്റൻഷണൽ, അറിഞ്ഞുകൊണ്ട്. ഡെലിബറേറ്റ് ആണെന്ന് ഇന്റൻഷണൽ. ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഇറ്റ് വാസ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ്. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തായത് അല്ലേ, വളരെ അറിഞ്ഞുകൊണ്ട്, കെയർഫുൾ ആയിട്ട് അവൻ അറിഞ്ഞുകൊണ്ട് കരുതി കൂട്ടി ചെയ്തെന്നൊക്കെ പറയില്ല. ആ അർത്ഥമുണ്ട്. കെയർഫുൾ എന്ന അർത്ഥമുണ്ട്, കോഷ്യസ് എന്ന അർത്ഥമുണ്ട് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, ദാറ്റ് ഈസ് ഡെലിബറേറ്റ്. അടുത്ത വാക്ക് ഡിറ്റീരിയോറേഷൻ. അറിയാലോ ഡിറ്റീരിയോറേഷൻ ഇറ്റ്സ് എ നൗൺ. വേഴ്സണിങ് അല്ലെങ്കിൽ ഡിക്ലൈൻ, ഡീകെ എന്നാണ് നമ്മൾ ഡിറ്റീരിയോറേഷൻ എന്ന് പറയുന്ന അവസ്ഥ അല്ലെ. ഡിറ്റീരിയോറേറ്റ് ചെയ്യുക, റൂയിൻ ചെയ്യപ്പെടുക എന്നുള്ള അർത്ഥമല്ലേ. അതിൻ്റെ വേർബാണ്, സോറി നൗൺ ഫോർമുലേഷനാണ്. ഡിറ്റീരിയോറേറ്റ് എന്ന വേർബിൻ്റെ നൗൺ ഫോർമുലേഷനാണ്. അറിയാലോ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പുതിയതൊന്നുമല്ല. ബട്ട് ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് റിവിഷൻ അല്ലേ, അത് ഓർത്ത് വെക്കാം. അടുത്ത് നോക്കിയേ, സ്പെക്ടിക്കിൾ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് സ്പെക്ടിക്കിൾ. പറയുമ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്പെക്ടിക്കിൾസ് അല്ല കേട്ടോ പിള്ളേരെ, സ്പെക്ടിക്കിൾസ് ആണ്. ഞാനിപ്പോൾ വെച്ചേക്കുന്ന സ്പെക്ടിക്കിൾസ് ആണ്. കണ്ണട. സ്പെക്ടിക്കിൾസ് അത് പ്ലൂറൽ നൗൺ ആണ്. സ്പെക്ടിക്കിൾസ് കണ്ണട പ്ലൂറൽ നൗൺ ആണ്. അതിൻ്റെ അർത്ഥമാണ് കണ്ണട. നമ്മൾ പറയില്ലേ കണ്ണട, കണ്ണട അല്ലേ, നമ്മുടെ കണ്ണട, സ്പെക്ടിക്കിൾസ്. പക്ഷെ സ്പെക്ടിക്കിൾ ഈസ് നോട്ട് കണ്ണട. സ്പെക്ടിക്കിൾ ഒരിക്കലും കണ്ണട എന്നുള്ള അർത്ഥമല്ല, അത് സിംഗുലർ നൗണാണ്. സിംഗുലർ നൗണ് കണ്ണട അർത്ഥമല്ല.
സ്പെക്ടിക്കിൾസ് രണ്ട് ഇതുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പ്ലൂറൽ നൗൺ ആണ്. സ്പെക്ടിക്കിൾസ് ആർ, സ്പെക്ടിക്കിൾസ് ഹാവ് എന്ന പോലെ പ്ലൂറൽ വേർബേ നമ്മൾ ഇടുള്ളൂ, പ്ലൂറൽ നൗണുമാണ്. പക്ഷെ സ്പെക്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ദൃശ്യം. മോഹൻലാലിന്റെ സിനിമയില്ലേ ദൃശ്യം 1, ദൃശ്യം 2, നമ്മുടെ ജിത്തു ജോസഫിന്റെ സ്പെക്ടിക്കിൾ, ദൃശ്യം, സൈറ്റ്, വിഷൻ ഒരർത്ഥമുണ്ട്. വേറൊരർത്ഥം സ്പെക്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ, ഷോ, പെർഫോമൻസ്, ഒരു അടിപൊളി പെർഫോമൻസ്. ഇറ്റ് വാസ് എൻ അമേസിംഗ് സ്പെക്ടിക്കിൾ. ഓ എന്നെ രസമായിരുന്നല്ലേ ആ പരിപാടി. സ്പെക്ടിക്കിൾ, ഡിസ്പ്ലേ, പെർഫോമൻസ് എന്നൊക്കെ സ്പെക്ടിക്കിളിന് അർത്ഥമുണ്ട്. രണ്ടർത്ഥമുണ്ട്, ദൃശ്യം, കാഴ്ച അല്ലേ ഇത് പറയില്ല, അത് അല്ലാതെ ഡിസ്പ്ലേ, പെർഫോമൻസ് എന്നും സ്പെക്ടിക്കിളിന് അർത്ഥമുണ്ട്. ബട്ട് സ്പെക്ടിക്കിൾസ് ഇസ് ഡിഫറെൻറ്റ്, കണ്ണട ആണ് അർത്ഥമാണ്. അടുത്ത പ്രൈമസി, കേട്ട് പരിചയമുണ്ടായിരിക്കും. പ്രൈമസി ഇസ് എ നൗൺ. പ്രൈമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ എമിനൻസ്, പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ്, പ്രസിഡൻസ് തന്നെയാണ് പ്രൈമസി എന്ന് പറയാം. പ്രൈമറി അല്ല കേട്ടോ, പ്രൈമസി നൗൺ ആണ്. അടുത്തത് പ്ലോയ്, കേട്ട് പരിചയമുണ്ടല്ലോ. പ്ലോയ്, റൂസ്, ടാക്ടിക്, പ്ലാൻ, സ്ട്രാറ്റജം, സ്കീം അല്ലേ. നിന്റെ പ്ലോയ് കൊള്ളാം. ഇറ്റ് ഈസ് ഹിസ് പ്ലോയ്, അത് അവൻ്റെ പ്ലോയ്, അവൻ്റെ കള്ളത്തരോ അവൻ്റെ ടാക്ടിക് ആണ് എന്നൊക്കെ പറയില്ല, അതാണ് പ്ലോയ്. ഓക്കെ, യെസ്. Dumping waste in water bodies will exacerbate the environmental pollution. Yes. He refrained to join the rave as he was afraid about the future. Okay. Afraid verb alla. Fight, the fray is not verb. Fray. About the fray. Fray, ടെൻഷൻ ആയിരുന്നു എന്നാണോ? അത് ഫ്രൈറ്റാ നീ ഉദ്ദേശിക്കുന്നത്. ഹി വാസ് ഫ്രൈറ്റ്, ആൻഷ്യസ് അല്ലേ, അത് ഫ്രൈറ്റ് ആണ്. FRIGHT ആണ് കേട്ടോ. ഷമാസ നീ ഉദ്ദേശിക്കുന്നത് ഫ്രൈറ്റ് അബൌട്ട്, വെറീഡ് അബൌട്ട്, അതല്ല നീ ഉദ്ദേശിക്കുന്നത്. അതാ FREIGHT, ഫ്രൈറ്റ് കേട്ടോ. ഫ്രൈഡ് അല്ല, ഫ്രൈ അബൌട്ട് ദ ഫ്രൈ ഇന്നലെ നമ്മൾ പറയുന്നത്. ഫ്രൈസ് സ്ട്രഗിൾ, അതാണ് ഫ്രൈൻ്റെ അർത്ഥം. വെൽതി അബ്സ്ട്രാക്ട് നൗൺ അല്ലേ? വെൽതി അബ്സ്ട്രാക്ട് നൗൺ അല്ല ഗുരുദാസേ, വെൽതി അഡ്ജക്റ്റീവാ. വെൽതാടാ നീ ഉദ്ദേശിച്ചത്. വെൽത്, സമ്പത്ത്, വെൽതി എന്ന് പറയുന്നത് ഇതാണ്, എന്താ പറയാ, എന്താണ്, അഡ്ജക്റ്റീവാണ്. വെൽതി, പൈസയുള്ള, വെൽതി അല്ലേ. ഹീസ് വെൽതി, വെൽതി കേട്ടോ. ഡ്രൈ കഫുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്കും ഡ്രൈ കഫ് ചെറുതായിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കഫ് സിറപ്പ് വല്ലതും തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കുടിക്കുക കേട്ടോ. അത് കുടിക്കാതിരിക്കരുത്, കുടിക്കുക, സുഖമായിട്ടിരിക്കും കേട്ടോ. Yes, being tad, turmoil, he decided to. Being tad, turmoil പറയാം. turmoil noun അല്ലേ, അപ്പം അതിൻ്റെ കൂടെ ടാഡ് വരില്ല, അഡ്വേർബ് ആയിട്ട് ടാഡ് ഉപയോഗിക്കും. നമ്മുടെ ടാഡ് വേണ്ട. അടുത്ത ദർശന being in turmoil അങ്ങനെ കൊടുക്കണം. being in turmoil, he decided to refrain from the party. His attitude towards the problem exacerbated the situation. Very bad വേണ്ട പ്രവി. exacerbated എന്ന് പറയുമ്പോൾ തന്നെ കുളവാക്കി എന്നല്ല അർത്ഥം. പിന്നെ very bad വേണ്ട കേട്ടോ, അത് വേണ്ട, very bad വേണ്ട. His attitude towards the problem exacerbated the situation കുളവാക്കി, അത് മതി. very bad വേണ്ട. Easy availability of internet is also a turmoil. All right. Some persons cajole to sustain one's aim. That is great. One's aim വേണ്ട, അവിടെ സം പേഴ്സൺ അല്ലേ, അപ്പം അവിടെ എന്തായാലും സം പേഴ്സൺസ് ആയതുകൊണ്ട് their aim കൊടുക്കണം. നമ്മൾ വൺ കൊടുക്കത്തില്ല. പേഴ്സൺ സബ്ജക്റ്റ് പ്ലൂറൽ അല്ലേ, അപ്പോൾ വൺസ് കൊടുക്കാൻ പറ്റില്ല ഗുരുദാസെ. സം പേഴ്സൺസ് കുറച്ച് പേര്, പ്ലൂറലാണ്. കജോൾ ടു സസ്റ്റെയിൻ their aim കൊടുക്കണേ, അപ്പോൾ അതാ കറക്റ്റ്. He deliberately create an issue to spoil the party. That is great. Deterioration of thickness of ozone layer is a matter of deliberate concern for environmentalists all over the world. Yes. We can avail the class in Adda in a proper way and build a good future. Of course you could. Excessive screen time will decay your vision. Satyam. പൂറിൻ്റെ വെൽത്ത് യൂസ് ചെയ്ത് ബാങ്ക് അയാളുടെ വെൽത്ത് മെയ്ഡ് ചെയ്യുന്ന മെമ്പേഴ്സിന് ടെർമോയിൽ ചെയ്യുന്ന എന്നാണ് മീൻ ചെയ്തത്. അത് തന്നെ, അതാ ഞാൻ പറഞ്ഞത്, എന്നോട് വെൽത്ത് ഉപയോഗിച്ചോ. ദാറ്റ് ഈസ് റൈറ്റ്. നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. വെൽത്ത് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്, നോട്ട് വെൽത്തി. അതാണ് കേട്ടോ. വെൽത്തി വരുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആവും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഐ നോ, നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ആൻഡ് ദാറ്റ് ഈസ് ക്വൈറ്റ് മീനിങ് ഫുൾ. വെൽത്ത് ആയെങ്കിൽ അത് പക്കാണ് കേട്ടോ. ഇറ്റ് വാസ് മൈ പ്ലോയ്, അല്ല സോറി, ഇല്ല ഇത് പറഞ്ഞിട്ടില്ലല്ലോ. യെസ്, ഗവൺമെന്റ് മസ്റ്റ് ഡെലിബറേറ്റ് ദ എഡ്യൂക്കേഷണൽ റൈറ്റ് of children in tribal areas. That is great. It was my ploy to refrain him from that work. കേട്ടോ, ഫ്രം വേണം, റിഫ്രെയിൻ്റെ കൂടെ ഫ്രം വേണം. അത് ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ് ജിഷ്ണ. It was my ploy to refrain him from that work കൊടുക്കണം കേട്ടോ. Intimacy is using spectacles for better spectacle. Yes, Gogule Satyam. Even though the houses are alike in the colony, the spectacle inside each of them is different. Yes, Drishyam. India's plan for post-pandemic economy is a risky ploy. Yes. They does an amazing, they do.
ദേ എന്ന് പറയുന്നത് പ്ലൂറൽ അമേക. അപ്പം ഡസ് കൊടുക്കരുത്, സിംഗുലർ ആ ഡസ്, ഡു കൊടുക്കാം. ദേ ഡു ആൻ അമേസിംഗ് സ്പെക്ടിക്കിൾ ഇൻ performance. They do an amazing performance, spectacle in yesterday's program. That is great. The accident wasn't solely because he put the pedal to the metal. He did it deliberately. Okay. Police personnel succeeded in proving that the murder was a deliberate attempt. Correct. Police personnel succeeded. Correct. Only. Murder was a deliberate attempt. Yes. Most of the political murders are deliberate attempts. Yes, ആണ് അല്ലേ? Primacy which is given to your spouse won't be a good spectacle for your parents. അത് അടിപൊളിയായിട്ടുണ്ട്. പ്രവീണ, എക്സ്പീരിയൻസ് ആണോ the court realized from the facts and circumstance of the case that he has a deliberate intention to do the crime. അല്ലെ? ചെറിയ എന്താ പറയുക, ചെറിയ പോസിറ്റീവ്നെസ് ഒക്കെ നല്ലതാണ് ലൈഫിൽ. പക്ഷെ അത് അധികമായിട്ടുണ്ട് മറ്റുള്ളവരെ അത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അല്ലേ പ്രവീണ? I understand what you mean. The court realized from the facts and circumstances of the case that he has a deliberate intention to do the crime. കറക്റ്റ് ആണ്. വിനു, ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ചു മുമ്പ് ഇതിനെപ്പറ്റി ആലോചിച്ചുള്ളൂ. എനിക്കറിയാമായിരുന്നു എപ്പോഴും കറങ്ങിത്തിരുന്ന് വരുമായിരിക്കും എന്ന്. മിസ്, വേർ ഡിഡ് യു ബൈ ദ സ്പെക്ട്? എവിടുന്നാണോ? ലെൻസ്കാർട്ട്.com. പരസ്യം തരുമെന്ന് വിചാരിക്കും. അതാ എളുപ്പം. ലെൻസ്കാർട്ട് ആകുമ്പോൾ ബൈ 1 get 1 ഫ്രീ ഉണ്ട് ഇപ്പം. ധൈര്യമായിട്ട് മേടിച്ചു. എനിക്ക് എൻ്റെ അനിയത്തിക്കും വേണമായിരുന്നു സ്പെക്സ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തായാലും വേണം. എനിക്ക് ഒരെണ്ണം തന്നെ ധാരാളമാണ്. അപ്പം ഞാൻ അവൾക്കൂടെ വേണ്ടിയിട്ട് മേടിച്ചാണ്. He won the game through his flow. Yes. Women get primacy in the present scenario. പിന്നെന്താ? യെസ്. അത് കൊള്ളാം. അടിപൊളി. കോസ്മോഫിലിക്കോ? അതൊന്നും എനിക്കറിയത്തില്ല. അത്രയ്ക്കൊന്നും എന്നോട് നീ ചോദിക്കല്ലേ. ഞാൻ ക്ലാസ് വെക്കാൻ തുടങ്ങുന്നതിന് ഇപ്പോഴാണ്. അതിൻ്റെ എന്താ പറയുക, സയൻറ്റിഫിക് കാര്യങ്ങളെ പറ്റിയൊന്നും ഞാൻ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നാലും സംഭവം കൊള്ളാം. എനിക്കറിയാം. എന്താ പറയുക, പോറൊന്നുമില്ല. കംപ്ലീറ്റ്ലി നല്ല സാധനം നോക്കി എടുത്താണ് ഞാൻ. ക്ലാസ്സൊക്കെ നേരത്തെ അല്ലേ? അതാണ്. ക്ലാസ് നേരത്തെ അതാണല്ലേ? ശരി. ഓക്കേടാ. മൂവിങ് ഓൺ. അടുത്ത സെറ്റ്, ലാസ്റ്റ് സെറ്റ് കേട്ടോ പിള്ളേരെ. അതാ പിടിച്ചോ. ഫ്യൂറോറെ. ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു, കുറേ നാളെ. ഫ്യൂറോറെ, ഔട്ട് ബ്രേക്ക്, കൊമോഷൻ, അപ്രോർ അല്ലെങ്കിൽ ഔട്ട് ക്രൈ. ഫ്യൂറോറെ എന്ന് പറയും. പാർലമെന്ററി സെഷൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും വരാറുണ്ട്. ഫ്യൂറോറെ, ഔട്ട് ബ്രേക്സ്, കൊമോഷൻ, അപ്രോർ, ഫ്യൂറോറെ കേട്ടോ. അടുത്ത സ്ട്രേ. നമുക്കറിയാം സ്ട്രേ. ഇറ്റ് ഇസ് എ സ്ട്രേ ആണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോംലെസ് ആനിമൽ. ഒരു അല്ലേ, എന്താ പറയുക, നമ്മൾ ലിറ്ററലി സ്ട്രേ ആണെന്ന് പറയുന്ന ആരെയാണ്? ഒന്നെങ്കിലും ഒരു ക്യാറ്റോ ഡോഗോ ഒക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്ട്രേ എന്ന് പറയുക. ഇറ്റ്സ് എ സ്ട്രേ. വേർബായിട്ടും സ്ട്രേ എന്നുള്ള യൂസേജ് ഉണ്ട്. വാൻഡ്രോഫ്, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, സ്ട്രേ ചെയ്ത് നടക്കുക, അതാണ് സ്ട്രേ എന്നുള്ള അർത്ഥമുണ്ട്. വേറെ സ്ട്രേ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട് കേട്ടോ. ആക്സിഡൻ്റൽ അല്ലെങ്കിൽ നമ്മൾ പറയും റാൻഡം എന്നൊക്കെ പറയും. ആക്സിഡൻ്റൽ, റാൻഡം, ചാൻസ് എന്നൊക്കെ അർത്ഥമുണ്ട്. അഡ്ജക്റ്റീവായിട്ട് സ്ട്രൈക്ക് ഓർത്തോണം. രണ്ടർത്ഥം ഒരേ സാധനമാണ്, ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷേ സംഭവം നൗണായിട്ടും വേർബായിട്ടും അഡ്ജക്റ്റീവായിട്ടും ഉപയോഗിക്കാം, ഓർത്തോണം. അടുത്ത് നോക്കിയേ, പ്യൂണിറ്റീവ്. ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ പണിഷ്മെൻ്റ് എന്നാണ് അർത്ഥം. അതിൻ്റെ അഡ്ജക്റ്റീവായിട്ട് പീനൽ എന്ന് പറയും. അതേ സ്ഥാനത്ത് നമ്മൾ ഒരു തവണ പറഞ്ഞിട്ടുണ്ട് പ്യൂണിറ്റീവ്. അഡ്ജക്റ്റീവാണ് പ്യൂണിറ്റീവ്. പ്യൂണിറ്റീവ് മീൻസ് പീനൽ, ഡിസിപ്ലിനറി, കറക്റ്റീവ് അല്ലെങ്കിൽ ഹാർഷ് എന്നാണ് അർത്ഥം പ്യൂണിറ്റീവ്. അടുത്ത് ബ്രുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ബ്രുക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നൗണായിട്ടും വേർബായിട്ടും പറയും. സ്ട്രീം അല്ലെങ്കിൽ റിവലറ്റ് എന്ന് പറയും. ബ്രുക്ക്, ചെറിയ അരുവി, അതിന് ബ്രുക്ക് എന്ന് പറയാം. അതേ സാധനം ബ്രുക്ക് എന്നൊരു പോമുണ്ട്. ബ്രുക്ക് എന്ന് പറഞ്ഞൊരു പോം. അതേപോലെ ബ്രുക്ക് എന്ന് പറയുന്ന വേർബ് ഉണ്ട്. സ്റ്റാൻഡ് ഫോർ സംതിങ് അല്ലേ? ഐ ഡോണ്ട് സ്റ്റാൻഡ് ഫോർ ദിസ്, അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യുക, എൻഡ്യൂർ ചെയ്യുക എന്നൊക്കെ അർത്ഥം ഉണ്ട് കേട്ടോ ബ്രുക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചാൽ ബ്രുക്ക് എന്ന് പറയുമ്പോൾ വേർബായിട്ട് പറയുമ്പോൾ എൻഡ്യൂർ ചെയ്യുക, ടോളറേറ്റ് ചെയ്യുക, സ്റ്റാൻഡ് ഫോർ, ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുക എന്നാണ് അർത്ഥത്തിൽ. അടുത്ത ഓണസ്, അറിയാവുന്ന പരിചയമുള്ള വാക്കാണല്ലോ. റെസ്പോൺസിബിലിറ്റി, ലയബിലിറ്റി, അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ബേർഡൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഓണസ്. ഓണസ് ഈസ് ഓൺ യുവർ ഷോൾഡേഴ്സ് നൗ. ഇപ്പം നിന്റെ പെടലിക്കാണ് ഉത്തരവാദിത്വം എന്ന് പറയില്ല ആ സാധനം. അടുത്ത മെൻഡ്, മെൻഡിങ് വോൾ. റോബോട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മെൻഡിങ് വോൾ, പുള്ളിക്കാരൻ്റെ ഒരു കവിതയുണ്ട്. പണ്ട് പ്ലസ് 2 ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ കവിത അല്ലേ? മെൻഡിങ് ദ വോൾ. മെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യുക, ഫിക്സ് ചെയ്യുക, റിസ്റ്റോർ ചെയ്യുക. നൗണായിട്ട് മെൻഡ് പറയട്ടോ. ദ മെൻഡ് ഇസ് ഗുഡ്. മെൻഡ് കൊള്ളാമായിരുന്നു. റിപ്പയർ കൊള്ളാലോ. ഇതിന്റെ റിപ്പയറിങ് കൊള്ളാം കേട്ടോ. റിപ്പയർ കൊള്ളാം, ചെയ്തത് കൊള്ളാം. മെൻഡ് നൗണായിട്ട് ഉപയോഗിക്കാം, വേർബായിട്ട് ഉപയോഗിക്കാം. ഫിക്സ് ചെയ്യുക, റിസ്റ്റോർ ചെയ്യുക, റിപ്പയർ ചെയ്യുക എന്നൊക്കെ തന്നെയാണ് അതിന്റെ സാധനം കേട്ടോ. അതാണ്. ഓക്കെ, മറക്കല്ലേ, ഓർത്ത് വെച്ചോണം. ഷോർട്ട് സൈറ്റ് ആടാ എനിക്ക്. ഷോർട്ട് സൈറ്റ് തന്നെ മയപ്പിയ. ഡെയിലി 8:30 ആണ് ക്ലാസ്. എന്നും ലൈവ്. ഡെയിലി 8:30 ആണ്. എന്നും ലൈവ്. യെസ്.
Dhoni's ploys in the final match helped India to clinch the victory. That is great. Okay. Yeah. When I was going to hospital, I spectacled accident. Spectacle is not a verb. Verb alla. I visioned. അതാണ് ഉദ്ദേശിച്ചത്. ജോമി അതിന് സ്പെക്ടിക്കിൾ കൊടുക്കല്ലേ. സ്പെക്ടിക്കിൾ ഇസ് നോട്ട് എ വെർബ്. വെർബായിട്ട് ഉപയോഗിക്കല്ലേ. ഇറ്റ്സ് നൗൺ. കേട്ടോ. റുക്കിന്റെ മീനിങ് എന്താണ്? ഞാൻ നോക്കട്ടെ. റുക്ക് എന്താണ്? ഞാൻ ബ്രുക്കാണ് പറഞ്ഞത്. നീ റുക്കാണോ കേട്ടത്? റുക്കല്ല, റുക്കാണ് ഞാൻ പറഞ്ഞത്. റുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ചീറ്റ് ചെയ്യുക. ഹീസ് എ റുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചീറ്റ് ചെയ്യുക, ഡ്വിൻഡിൽ ചെയ്യുക എന്നൊക്കെ അർത്ഥം. ശരിയാ. ഫ്രോഡ് ചെയ്യുക, ഡിഫ്രോഡ് ചെയ്യുക, പറ്റിക്കുക. അതിന് തന്നെയാണ് റുക്ക് എന്ന് പറയാം കേട്ടോ. റുക്ക് പറ്റിയിട്ട് കേട്ടോ. അതിനാണ് റുക്ക് എന്ന് പറയാം. ബിവെയർ ഓഫ് സ്ട്രേ ഡോഗ്സ് ആസ് ദേ ആർ പ്രോൺ ടു വൈറസ് ഈസിലി. യെസ്. ഫ്യൂറോറെ ഓഫ് ഫ്ലഡ് ഒബ്വിയസ്ലി ഇൻക്രീസ് സ്ട്രേഡ് ആനിമൽസ്. സ്ട്രേഡ് ആനിമൽസ് വേണ്ട, സ്ട്രേ മതി. സ്ട്രേ ആനിമൽസ് മതി കേട്ടോ പ്രവീണ. സ്ട്രേ ആനിമൽസ് മതി. സ്ട്രേഡ് ആനിമൽസ് ഒന്നും പറയണ്ട. സ്ട്രേ ആനിമൽസ് മതി. വിച്ച് വൺസ് വെർ പെറ്റ്സ് ഫോർ സംവൺ. യെസ്. Pets of someone. Yes. Furor of war between Ukraine and Russia took away the lives of many. Yes, it does. അല്ലേ? നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോയാലോ പിള്ളേരെ? സോ ഇത്രയും പേര് ഉണ്ട് ലൈവിൽ. യു നോ വാട്ട് ടു ഡു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇട്ട പിള്ളേരെ. ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വൊക്കാബുലറി മനസ്സിലായി, ഒരുപാട് വാക്കുകൾ പഠിച്ചെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട്. ലെറ്റ്സ് മൂവ്. Can you mend this? Of course I can. Ladibin, great sentence. Moving on. കോർ കൺസ്ട്രെയിൻസ് വളരെ സിമ്പിളായ ഒരു ആർട്ടിക്കിളാണ്. നമുക്ക് പെട്ടെന്ന് വായിച്ചു വിടാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ് കോർ കൺസ്ട്രെയിൻസ്. എന്തൊക്കെയാണ് കോർ ആയിട്ടുള്ള നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്കുള്ള ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിവിടാം. കോർ കൺസ്ട്രെയിൻസ്. ഓക്കെ, ലെറ്റ്സ് ലുക്ക്. അല്ലേ? ഡംപിങ് ഓഫ് വേസ്റ്റ് ആർ ദ റീസൺ ഫോർ. ആറല്ല, ഒന്നല്ലേ ഉള്ളൂ അനക. അത് ഒറ്റൊരു ഡംപിങ് ഓഫ് വേസ്റ്റ് ഒറ്റൊരു കാര്യം. അപ്പൊ ഇങ്ങനെ 6 വരുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് സിംഗുലർ വേർബ് കൊടുത്തേ. ഡംപിങ് ഓഫ് വേസ്റ്റ് ഇസ് ദ റീസൺ ഫോർ ഫ്ലറിഷിംഗ് സ്ട്രേ ഡോഗ്സ് ഇൻ കേരള കൊടുക്കണം. It's our honest to look after our parents in their old age. Okay, great. അപ്പോൾ പോകാൻ പിള്ളേരെ കോർ കൺസ്ട്രെയിൻസ് എന്താണ് നമ്മുടെ ലിമിറ്റേഷൻസ് നോക്കാം അല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സ് ഹെഡ്ലൈൻ ഗ്രോത്ത് മേ ബി റോബസ്റ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് ബ്രോഡ് ബേസ്ഡ് യെറ്റ്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൻ്റെയും ഹെഡ്ലൈൻ ഗ്രോത്ത് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആണ്. മേ ബി സ്ട്രോങ്, ഒരു പക്ഷേ സ്ട്രോങ് ആയിരിക്കാം. ബട്ട് ഇറ്റ്സ് നോട്ട് ബ്രോഡ് ബേസ്ഡ് യെറ്റ്. ബ്രോഡർ പെർസ്പെക്റ്റീവിലുള്ള ബ്രോഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ല പക്ഷെ നമ്മുടേത്. അത് നമ്മളൊന്ന് നോക്കേണ്ട കാര്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. അല്ലെ? ഒന്ന് നോക്കിയേക്കാം എന്തൊക്കെയാണ്. ഓണസ്റ്റ് ഈസ് ഓൾവേസ് ഓൺ ദ പാർട്ട് ഓഫ് ദ പ്രോസിക്യൂഷൻ ഇൻ ക്രിട്ടിക്കൽ കേസസ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. അപ്പോൾ പോവാം അല്ലേ? ദ 8 core sectors of Indian economy not only account for over 4/10 of its measured industrial output, but also serve as an indicator of the momentum in investment activity through demand for items such as cement and steel. Electricity generation is a good proxy for overall demand in the economy, while fertilizer production numbers help gauge agricultural activity. So, it is heartening that the official index to measure these sectors' output has registered 2 successful months of double-digit growth. Factoring in the 9.3 uptick for these sectors in April, it was 19.3% and 12.7% in May. നോക്കാം. അപ്പം നോക്കിയേ, 8 കോർ സെക്ടേഴ്സ് ഉണ്ട് ഇന്ത്യൻ എക്കോണമിയുടെ. 8 കോർ സെക്ടർ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഓവർ ഏറെക്കുറെ ഒരു 4/10 ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ആണ് മെഷർ ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല അതൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് നിൽക്കുകയാണ്. ഇറ്റ്സ് ലൈക്ക് എൻ ഇൻഡിക്കേറ്റർ. അതൊരു സൈൻ ആണ് അല്ലേ? ഇറ്റ്സ് എ സൈൻ ഓഫ് മൊമെന്റം. നമ്മുടെ ഒരു ഡെവലപ്മെന്റിന്റെ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡെവലപ്മെന്റിന്റെ മൊമെന്റം, ഫോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഇൻ ഇൻവെസ്റ്റ്മെന്റ്, ഡെവലപ്മെന്റ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ടു ഡിമാൻഡ് ഓഫ് സച്ച് എസ് സ്റ്റീൽ ആൻഡ് സിമെന്റ്. സിമെന്റിന്റെ സ്റ്റീലുള്ള അങ്ങനെയുള്ള 2 ഐറ്റംസ് ഉണ്ടല്ലോ. നമ്മുടെ ഈ 2 ഡിമാൻഡ്, ഈ ഐറ്റംസിന്റെ ഡിമാൻഡ് കാരണം നമുക്ക് തന്നെ പറയാൻ പറ്റും ഗ്രോത്ത് എന്താ പറയുക 4/10 ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ കോർ സെക്ടേഴ്സിലെ ഗ്രോത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. ശരിക്കും ഇലക്ട്രിസിറ്റി ജനറേഷൻ എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു നല്ലൊരു ഒരു പ്രോക്സിയാണ്. അത് നല്ലൊരു ഏജന്റ് ആണ് ഫോർ ഓവറോൾ ഡിമാൻഡ് ഇൻ ദ ഇക്കണോമി. അതേസമയം ഇലക്ട്രിസിറ്റിയെ പറ്റി എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, അതൊരു നല്ലൊരു ഇലക്ട്രിസിറ്റി ജനറേഷൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഇൻഡിക്കേറ്റർ ആണ്, നല്ലൊരു ഏജന്റ് ആണ് ഇക്കണോമിക് ഗ്രോത്ത്, ഓവറോൾ ഇക്കണോമിക് ഗ്രോത്തിന്റെ കാര്യത്തിൽ. അതേപോലെ തന്നെയാണ് ഫെർട്ടിലൈസർ പ്രൊഡക്ഷനും. ഇലക്ട്രിസിറ്റി ജനറേഷൻ പോലെ തന്നെ ഫെർട്ടിലൈസർ പ്രൊഡക്ഷനും. അതും നമ്മൾ എന്തിനു വേണ്ടി ചെയ്തും അതും നമ്മളെ മെഷർ ചെയ്യാൻ, അഗ്രികൾച്ചർ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇലക്ട്രിസിറ്റി ജനറേഷൻ എക്കണോമിയുടെ ഡിമാൻഡിന്റെ ഓവറോൾ ഡിമാൻഡിന്റെ ഒരു ഗുഡ് ഏജന്റ് ആയിരുന്ന പോലെ തന്നെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീൻ്റെ ഇത് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. സോ
ശരിക്കും അത് ഇറ്റ്സ് ഹാർട്ടനിങ് കോൺഫിഡൻസ് തരും. ഇറ്റ് ഇസ് ഹാർട്ടനിങ് ദാറ്റ്, ഇറ്റ് ഇസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഇറ്റ് ഇസ് ചിയർഫുൾ. കൊള്ളാം, സംഭവം നല്ലതാണ്. ഒഫീഷ്യൽ ഇൻഡെക്സ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ ഇൻഡെക്സ് ഈ സെക്ടേഴ്സിൽ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള മന്ത് സക്സസീവായിട്ട് കോൺസിക്യൂട്ടീവ് ആയ മന്തിൽ നമുക്ക് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണാൻ പറ്റും. ഈ 2 മേഖലകളിൽ നമുക്ക് നല്ല ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കാണാൻ പറ്റും. ഓക്കെ, അതായത് 19.3 അപ്റ്റിക് ചെറുതായിട്ട് ഇംപ്രൂവ്മെന്റിൽ നിന്ന് ഈ സെക്ടേഴ്സിൽ ഏപ്രിലിൽ 9.3% ആയിരുന്നു ഗ്രോത്ത് എങ്കിൽ ഇപ്പോൾ അതിന് 19.3ഉം 12.7ഉം ഉണ്ട് പെർസെൻറ്റേജും ഉണ്ട് മെയ് ആൻഡ് ജൂൺ മാസത്തിലോട്ട് വരുമ്പോഴേക്കും. മെയ് മാസം ആയപ്പോൾ 19.3 ആയിരുന്നു, അതിനിപ്പോൾ 12.7 ഉണ്ട്, മെയിലുണ്ട്. ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2022-23 ഹാസ് ബീൻ ഔട്ട്പുട്ട് ഗ്രോത്ത് ഓഫ് 13.7 despite the high base of 26% growth in Q1, quarter 1 last year. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ഈ ഒരു 26% ഗ്രോത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. Total industrial output grew 6.7 in April and 19.6% in May. Based on June's core sectors data, economists reckons industrial production to rise anywhere between 9% and 13% in June. These high numbers are tad misleading because the first quarter of 2020-21 was marred by national lockdowns, and though output did not suffer as much during the second COVID wave in Q1, quarter 1 of 2021-22, economic conditions were not ideal either. In any case, these base effects will start fading from July. For better context to assess where the economic recovery stands, industrial output in May was പറഞ്ഞു വരുന്നത് നോക്കിക്ക് പിള്ളേരെ. അപ്പോൾ ജൂൺ മാസത്തിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ പറഞ്ഞില്ലേ ഗ്രോത്തിന്റെ എലമെന്റ് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 26% ഗ്രോത്തിന്റെ ഇതിൽ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടറിൽ ലാസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 26% ഗ്രോത്ത് കാണാൻ പറ്റും. എന്നാൽ ഇവിടുത്തെ ഗ്രോത്ത് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 2022-23 ഗ്രോത്ത് നോക്കുമ്പോൾ 13.7 ഗ്രോത്ത് ഉണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ടോട്ടൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഗ്രോത്ത് എടുക്കുവാണെങ്കിൽ 6.7 ഏപ്രിൽ ഉണ്ടായിരുന്നു, അത് 19.6 മെയിലുണ്ട്, ഗ്രോത്ത് ഉണ്ട്. അപ്പം ജൂണിൻ്റെ കോർ സെക്ടേഴ്സ് എടുക്കുവാണെങ്കിൽ അതിൽ ഡേറ്റ് എടുക്കുവാണെങ്കിൽ ഇക്കണോമിക്സുകൾ പറയുന്നുണ്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നന്നായിട്ട് റൈസ് ചെയ്യുന്നുണ്ട്. 9% നിന്ന് ഇപ്പോൾ 13%ലേക്ക് ഗ്രോത്ത് വന്നിട്ടുണ്ട് ജൂൺ മാസം വന്നപ്പോഴേക്കും. അത്യാവശ്യം നല്ല നമ്പേഴ്സ് കാണിക്കുന്നുണ്ട് അല്ലേ ഈ നമ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ നമ്പേഴ്സ് ലിറ്റിൽ കുറച്ചൊരു ബിറ്റ് ആ ടാഡ് ഉപയോഗിക്കാം കേട്ടോ, ഇവരിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഇസ് ഇൻഫോർമൽ യൂസ്ഡ് ആകത്തോണെ കുറച്ചൊരു മിസ്ലീഡിംഗ് ആണ് ഫസ്റ്റ് ക്വാർട്ടറിൽ പറയുവാണെങ്കിൽ 2020-21 എടുക്കുമ്പോൾ കേട്ടോ. കാര്യം ആ സമയത്ത് അതായത് 2020-21 ആ ഒരു ഫിസിക്കൽ ഇയർ നിങ്ങളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഉള്ളത് 22-23 ഫിസിക്കൽ ഇയറിലാണ്. അപ്പോൾ അവിടെ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്കറിയാം അത് കുറച്ചൊരു ഇമ്പയർഡ് ആയിരുന്നു അല്ലേ, ഇമ്പയർഡ് ആയിരുന്നു, ഇതിന് ഒരു സ്പോയിൽഡ് ആയിരുന്നു, റൂയിൻഡ് ആയിരുന്നു. ബിക്കോസ് ആ സമയത്താണ് നാഷണൽ ലോക്ക്ഡൗൺ വന്നത്, നമുക്കറിയാം അല്ലേ. കോവിഡ് സമയത്ത് അങ്ങ് ഉച്ചയിലിരിക്കുന്ന ഒരു സമയമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ പക്ഷെ എന്നാൽ ഔട്ട്പുട്ട് വലിയ കാര്യത്തിൽ സഫർ ചെയ്യപ്പെട്ടില്ല രണ്ടാമത്തെ സെക്കൻഡ് കോവിഡ് വേവിന്റെ സമയത്ത്. അത് ക്വാർട്ടർ 21-22 ഇയർ എടുത്തപ്പോൾ ക്വാർട്ടർ 1 വലിയതായിട്ട് അഫക്ട് ചെയ്തില്ല. കാരണം ആദ്യമേ 2021 ആ ഫിസിക്കൽ ഇയറിൽ ഒരുപാട് അഫക്ട് ചെയ്തു ബിക്കോസ് ഓഫ് കോവിഡ്, പീക്ക് കോവിഡ് ടൈം ആയിരുന്നല്ലോ. അതുകൊണ്ട് ഇൻ എനി കേസ് ഏതൊരു കേസും എടുത്തോ ഈ ബേസ് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും പയ്യെ നമുക്ക് ഫെയ്ഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, ജൂലൈ മുതൽ അല്ലേ. കുറച്ചുകൂടി കോണ്ടെക്സ്റ്റിൽ എടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അസസ് ചെയ്യണമെങ്കിൽ ഇക്കണോമിക് റിക്കവറി എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, നമ്മുടെ എക്കണോമിക് റിക്കവറിയുടെ അവസ്ഥ എന്ത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഇൻ മെയ് വാസ് 1.7 ഓവർ പ്രീ പാൻഡമിക് ലെവൽസ് ആൻഡ് കോർ സെക്ടേഴ്സ് ഔട്ട്പുട്ട് ഇൻ ജൂൺ ഈസ് 8% ഓവർ 2019. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തതിന് ശരിക്കും ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിന്റെ റിക്കവറി എത്രത്തോളം ഒന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് മെയിൽ എടുത്ത് നോക്കിക്കേ 1.7% ആണ് ഓവർ പ്രീ പാൻഡമിക്കിൽ നിന്ന് നമുക്ക് ആകെപ്പാടെ വന്നൊക്കെ ഒരു ഗ്രോത്ത് കാണാൻ പറ്റുക. കോർ സെക്ടറിലോട്ട് വരികയാണെങ്കിൽ ജൂണിൽ നോക്കുകയാണെങ്കിൽ 8% ഓഫ് 2019 ആണ് നമുക്ക് കാണാൻ പറ്റുക. അത് പാൻഡമിക്കിന് മുമ്പുള്ള 2019 കാലഘട്ടത്തിൽ നിന്ന് ഇവിടേക്കുള്ളത് 8% ആണ്. അപ്പോൾ പറയുവാണ് അത്യാവശ്യം സ്ട്രോങ് ആണ്, ബട്ട് നോട്ട് ഇനഫ്, സ്ട്രോങ്ങർ ഇനഫ് എന്ന രീതിയിലാണ് പറയുന്നത്. ലെറ്റ് സി എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. What should cause concern is that the recovery is still fragmented and dissonant. റിക്കവറി ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു കോസ് കൺസേൺ ആയിട്ട് നമുക്ക് വിചാരിക്കേണ്ടത് റിക്കവറി ഉണ്ട്, പക്ഷെ ഇപ്പോഴും ഇത് ഫ്രാഗ്മെന്റഡ് ആണ്. അവിടെ ഇവിടെയൊക്കെ ഒരു ഫ്രാഗ്മെന്റഡ് ആയിട്ടാണ് കിടക്കുന്നത്, പീസ് ആയിട്ടൊക്കെ കിടക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഡിസൊനന്റ്, ഒരു റെഗുലർ ആയിട്ടൊരു ഹാർമോണിയസ് ആയിട്ടല്ല, അവിടെ ഇവിടേക്ക് കുറച്ചൊരു ഒരു ചേരക്കൂടായ്കയുണ്ട് അവിടെ. Moreover, the rebound momentum seems to be flagging as core output declined 4.08 in June over May 2022. അപ്പോൾ നമ്മൾ എടുക്കുവാണ് ഇപ്പോൾ അതിൻ്റെ ഒരു റിബൗണ്ട് മൊമെൻറ്റം എടുക്കുവാണ്, അതിൻ്റെ ഒരു സ്ട്രെങ്ത് എടുത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും
അതിന്റെ കോർ ഔട്ട്പുട്ട് കുറഞ്ഞിട്ടുണ്ട്, അത് ഫ്ലാഗിംഗ് ആണ്, അതായത് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് അല്ലേ, അതല്ലേ പറയുന്നത്, കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് അല്ലെ, വീക്കർ ആയിക്കൊണ്ടിരിക്കുവാണ്. ബി വീക്കർ ആസ് എത്രയാണ് കുറഞ്ഞേക്കുന്നത്? 4.8 ആണ് ജൂണിൽ വന്നേക്കുന്നത്. ജൂൺ ഓവർ മെയിലോട്ട് വരുമ്പോൾ 2022 മെയിലോട്ട് വരുമ്പോൾ മെയിൽ നിന്ന് ജൂണിലോട്ടുള്ള ഇതിലോട്ട് നോക്കുവാണെങ്കിൽ 4.808% ആണ്. Just 4 infra sectors drove most of the growth in June, led by coal output jumping 31.1% and cement rising 19.4% from 2021 levels. Crude oil output tanked again in June after a positive blip in May, while natural gas grew a mere 1.2% and steel 3.3%. Refinery products grew 15.1%, driven by higher global oil prices making exports attractive, and electricity rose 15.5%, signaling domestic demand. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞു വരാം കോർ സെക്ടേഴ്സിന് എല്ലാത്തിലെയും നമുക്ക് അനലൈസ് ചെയ്ത് പോകാം. 4 സെക്ടേഴ്സ് ആണ്, മേജർ സെക്ടേഴ്സിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്രോത്ത് പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ പറ്റും ജൂണിൽ. ഒന്ന് കോൾ ഔട്ട്പുട്ട്, ലെഡ് ബൈ കോൾ ഔട്ട്പുട്ട് ആണ്. കോൾ ഔട്ട്പുട്ട് എത്രത്തോളം വന്നിട്ടുണ്ട് നോക്കിക്കേ പിള്ളേരെ, 31.1% ഉണ്ട്. സിമെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിലോ 19.4% ഉണ്ട് ജൂൺ ഫ്രം 21 ലെവൽ മുതൽ. ക്രൂഡ് ഓയിൽ എടുക്കുകയാണെന്ന് വിചാരിക്കോ, ക്രൂഡ് ഓയിലിന്റെ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഫെയിൽഡ് അഗൈൻ. അവിടെ അത് കംപ്ലീറ്റ്ലി ഫെയിൽഡ് ആയിട്ട് നമുക്ക് ടാങ്ക്ഡ് അഗൈൻ കണ്ടോ, ഫെയിൽഡ് അഗൈൻ ഇൻ ജൂണിൽ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ആഫ്റ്റർ എ പോസിറ്റീവ് ബ്ലിപ്പ് ഇൻ മെയിൽ ഒരു പോസിറ്റീവ് ബ്ലിപ്പ് വന്നാണ്, അതിനുശേഷം വീണ്ടും ഫെയിൽ ചെയ്തു അല്ലേ. വൈൽ അതേസമയത്ത് നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ എടുത്തേക്ക്, നാച്ചുറൽ കമ്പഷൻ ഗ്യാസ് എടുത്ത് നോക്കി അതിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു മിയർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1.2% നമുക്ക് കാണാൻ പറ്റും. സ്റ്റീലിലോട്ട് നോക്കുവാണെങ്കിലോ സ്റ്റീലിന്റെ കാര്യം നോക്കിക്കേ 3.3% ഉണ്ട്. റിഫൈനറി പ്രൊഡക്ട്സ് എടുത്ത് നോക്കി 15.1% ഗ്രോത്ത് കാണാൻ പറ്റും, ഡ്രോൺ ബൈ ഹൈ ഗ്ലോബൽ ഓയിൽ പ്രൈസസ്. ഗ്ലോബൽ ഓയിൽ പ്രൈസസ് അത്രയും കൂടിയ സമയത്ത് 15.1% ഗ്രോത്ത് കാണാൻ പറ്റും. മേക്കിംഗ് എക്സ്പോർട്സിനെ അട്രാക്റ്റീവ് ആക്കുന്നു. ഇലക്ട്രിസിറ്റിന്റെ ഇതിലോട്ട് എടുക്കുവാണെങ്കിൽ ഇലക്ട്രിസിറ്റിന്റെ യൂസേജ് നോക്കിക്കേ, അവിടെ നമ്മുടെ സെക്ടർ എത്തിയാണ് 15.5% ആണ് കൊടുക്കുന്നത്. അതാണ് ഡൊമസ്റ്റിക് ഡിമാൻഡിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഗ്രോത്ത് വന്നേക്കുന്നത്. ഇതൊക്കെയാണ് ഈ സെക്ടേഴ്സ് കേട്ടോ. ദ മൺസൂൺ വുഡ് ഡാംപൻ coal production, pressuring generators to import more coal if electricity demand sustains. The only 2 sectors to record a month-on-month growth in June, cement and fertilizers, also face headwinds. Cement production is expected to taper off on the same meteorological account as coal, even as an uneven monsoon could hurt fertilizer demand. The good news is that the centre's capital spending, critical to sustain the recovery, bounced remarkably in June to 68,000 crore rupees from an underwhelming 28,000 crore in May, ensuring that a quarter of the year's target has been met in Q1. With private capital still shy, global turmoil and local inflation playing spoil sport with the നോക്കാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് പോകാം, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. മൺസൂൺ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കൻ ചെയ്യും അല്ലെ, കോൾ പ്രൊഡക്ഷനെ വീക്കൻ ചെയ്യും, ലെസൺ ചെയ്യും. വീക്കൻ ചെയ്യുക അല്ലേ, അറിയാലോ, ലെസൺ ചെയ്യുക കോൾ പ്രൊഡക്ഷനെ. അതേസമയത്ത് പ്രഷറിങ് ജനറേറ്റേഴ്സിന് പ്രഷർ കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുകയാണ്, കൂടുതൽ കോള് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലേ, ഇലക്ട്രിസിറ്റി ഡിമാൻഡ് സസ്റ്റെയിൻ ചെയ്താൽ. കൂടുതൽ മൺസൂൺ അല്ലേ, അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, കോളിൻ്റെ കൂടുതലായിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ 2 സെക്ടേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ മന്ത് ഓൺ മന്ത് ഗ്രോത്ത് ജൂണിൽ ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് നമുക്ക് പറ്റിയത്. അത് 2 സെക്ടേഴ്സ് ഏതൊക്കെയാണ്, സിമെന്റ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ്. ബാക്കിയൊന്നിനും നമുക്ക് പറയത്തക്ക ഗ്രോത്ത് ഒന്നും പറയാൻ പറ്റില്ല, സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ സിമെന്റ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിൽ നമുക്ക് ഗ്രോത്ത് കാണാൻ പറ്റും, 2 സെക്ടേഴ്സിലും റെക്കോർഡ് ചെയ്തില്ല. എന്നാൽ അതും കുറച്ച് പ്രശ്നങ്ങളല്ല, അതിനും കുറച്ച് ഹെഡ്വിറ്റ്സ് ബുദ്ധിമുട്ട് വന്നായിരുന്നു. സിമെന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ടേപ്പർ ഓഫ്. ലെസൺ അവനൊരു ഇതുണ്ട് കാര്യം, ഓൺ ദ സെയിം മെറ്റീരിയോളജിക്കൽ അക്കൗണ്ട് ആസ് കോൾ പോലെ തന്നെ സിമെന്റിന്റെ പ്രൊഡക്ഷനും കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മെറ്റീരിയോളജിക്കൽ കാലാവസ്ഥയുടെ ഇതിന്റെ രീതിയിൽ ഈവൻ ആസ് അൺഈവൻ മൺസൂൺ. കാരണം എന്ന് വെച്ചാൽ അൺഈവൻ മൺസൂൺ വരുമ്പോൾ അത് ഫെർട്ടിലൈസർ ഡിമാൻഡിനെ കുറയ്ക്കും അല്ലേ, അത് ഹേർട്ട് ചെയ്യും. ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അൺഈവൻ വന്ന അഗ്രികൾച്ചർ സെക്ടറിനെ അത് ബാധിക്കും. അഗ്രികൾച്ചർ സെക്ടർ ബാധിച്ചാൽ ഫെർട്ടിലൈസേഴ്സ് കുറയും ഫാമേഴ്സിന് യൂസേജ് അല്ലേ. പക്ഷെ നമ്മുടെ ഗുഡ് ന്യൂസ് എന്ന് വെച്ചാൽ സെന്ററിന്റെ ക്യാപിറ്റൽ സ്പെൻഡിങ് ഒരു റിക്കവറിയെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, പിടിച്ചു നിർത്തണമെങ്കിൽ അല്ലേ,
ആ ഒരു സസ്റ്റെയിൻ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്യാപിറ്റൽ സ്പെൻഡിങ് വേണം അല്ലേ? അത് ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ബൗൺസ് റിമാർക്കബിളി. ജൂണിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ പറയത്തക്ക നല്ല ഗ്രോത്ത് ഉണ്ട്. 68,000 crore ഇതുണ്ട്. ഫ്രം എവിടെ നിന്നാണ് കൂടിയത്? 28,000 crore മെയിലുണ്ടതിൽ നിന്ന് ജൂണിലോട്ട് വന്നപ്പോഴേക്കും നല്ല മാറ്റമുണ്ട്, ഗ്രോത്ത് ഉണ്ട്. അതൊരു ഗുഡ് ന്യൂസ് ആണ് അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലെ ടാർഗറ്റിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ Q1 മീറ്റ് ചെയ്തിട്ടുണ്ട്, അത് എൻഷുർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഗ്രോത്ത് മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രൈവറ്റ് സെക്ടറിലോട്ട് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ കുറച്ച് ഷൈ ആണ്. അതേസമയത്ത് കാര്യം ഗ്ലോബൽ ടെർമോയിൽ വന്നിട്ടിരിക്കുകയാണ്, ലോക്കൽ ഇൻഫ്ലേഷൻ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട് അല്ലേ? അത് മൊത്തത്തിലൊരു സ്പോയിൽ സ്പോട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടറിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് കുറച്ച് കുറവാണ് വിത്ത് ദി റിക്കവറി. അതേസമയത്ത് ഓർക്കണം, നമ്മുടെ വിത്ത് ദി റിക്കവറി it is vital that center keep the pedal pressed on its front and cajoles more states into availing the 1 lakh crore rupees capex loan window soon. അപ്പോൾ പറയേണ്ട കാര്യം വെച്ചാൽ സെൻറ്റർ പക്ഷേ സെറ്റായിട്ടിരിക്കുക. സെൻറ്റർ എപ്പോഴും എന്താ പറയുക, കീപ് ദ പെഡൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, പുട്ട് ദ പെഡൽ ടു ദ മെറ്റൽ. അത് ഈ ഡ്രൈ ഫാസ്റ്റ് എന്ന അർത്ഥത്തിലാണ്, പക്ഷേ അതൊരു ഇഡിയമാണ്. ബട്ട് ഇത് അവിടെ അതല്ല കേട്ടോ. കീപ് ദ പെഡൽ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ? കീപ് ദ പെഡൽ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. കൈവിട്ട് പോരുത്. കാല് അല്ലേ തുഴഞ്ഞുകൊണ്ടേയിരിക്കുക, തുഴഞ്ഞു തന്നെ പൊക്കോണ്ടിരിക്കുക. ഫ്രണ്ടിലോട്ട് തന്നെ പോവുക. ഓൺ ദിസ് ഫ്രണ്ട്, ഈ ഒരു കാര്യത്തിന്റെ ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്കണോമിക് റിക്കവറിയുടെ ഭാഗത്തിൽ തന്നെ പെഡൽ മുന്നോട്ട് തന്നെ പൊക്കോണ്ടേയിരിക്കട്ടെ. ആൻഡ് ഓൾസോ പെർസ്വേഡ് ചെയ്യുക, മറ്റ് സ്റ്റേറ്റുകളെ പെർസ്വേഡ് ചെയ്തിട്ട് എന്താ കേപിക്സ് ലോൺ വിൻഡോ ഓപ്പൺ ആക്കി കൊടുക്കുക. കാരണം 1 lakh crore എന്താണ് ലോൺ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റുകളെ പെർസ്വേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ളൊരു ഇൻഫർമേറ്റീവ് ആണ് ഓഫ് കോഴ്സ്. പ്ലസ് നമുക്ക് പറയാം അനലിറ്റിക്കൽ ആർട്ടിക്കിൾ ആണെന്ന് പറയാം. ഇൻഫർമേറ്റീവ് പ്ലസ് അനലിറ്റിക്കൽ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഇത് മനസ്സിലായോ? It is your honest to take up your children in punitive manner. Yes. ഓക്കെ, ഇത് ക്ലിയർ അല്ല എല്ലാവർക്കും? ക്ലിയർ ആയെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. മനസ്സിലാക്കി വേഗം ഒരു തംസപ്പെട്ട പിള്ളേരെ, മനസ്സിലാക്കി ഒരു തംസപ്പെട്ട നമുക്ക് ആർട്ടിക്കിളിലോട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഡെസ്പൈറ്റ് ഓഫ് ദി റഷ്യൻസ് ഹൈ decibel propaganda, only 30% registered voters turned up at polling stations as most political parties had called for a boycott. എന്തായിരുന്നു ഈ ക്വസ്റ്റ്യൻ്റെ ഈ ക്വസ്റ്റ്യൻ? ഇത് ഇവിടുത്തെ എറർ ഏതായിരുന്നു? യെസ്, ഗ്രേറ്റ് വിനു, ഗ്രേറ്റ്. എന്താ ഇവിടുത്തെ നോക്കിയേ, നിങ്ങൾക്ക് ഒന്നെങ്കിലും എന്ത് കൊടുക്കാം? ഡെസ്പൈറ്റ് എന്ന് കൊടുക്കാം അല്ലേ? നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്താ കൊടുക്കാൻ പറ്റുക? ഡെസ്പൈറ്റ് എന്ന് കൊടുക്കുക. ഡെസ്പൈറ്റിനോട് ഒരിക്കലും ഓഫ് കൊടുക്കരുത്, ബിക്കോസ് ഡെസ്പൈറ്റ് ഇസ് ഓൾറെഡി എ പ്രിപ്പോസിഷൻ. അതിന് ഒരിക്കലും നിങ്ങൾ വേറെ കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഒന്നെങ്കിൽ ഡെസ്പൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതെന്താ? ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അതോ അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് തന്നെ വരരുത്, ഇൻസ്പൈറ്റ് ഓഫ് വേണം. ഡെസ്പൈറ്റ് തന്നെ വേണം, ഡെസ്പൈറ്റ് വേണം, അതേ വരാൻ പറ്റുള്ളൂ. ഡെസ്പൈറ്റ് വെറുതെ ഓഫ് ഇട്ട് കൊടുക്കരുത് അല്ലേ? അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഡെസ്പൈറ്റ് ദ റഷ്യൻസ് ഹൈ ഡെസിബൽ പ്രൊപ്പഗാൻഡ തന്നെ വേണം. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ദ റിഫ്രെയിൻ ദാറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പാർലമെന്ററി ഫംഗ്ഷനിങ് ഹാവ് ടുക്ക് എ ബീറ്റിംഗ് ഇൻ റീസെന്റ് ഇയേഴ്സ് ഇസ് നോട്ട് വിതൗട്ട് മെറിറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. വളരെ സിമ്പിളായൊരു എററാണ് ഇതിലുള്ളത്. കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കണ്ടുപിടിച്ചിട്ട് എനിക്ക് കോമന്റ് സെക്ഷനിൽ ആൻസർ അയച്ചു തരണേ. ഓക്കെ, ഇത്ര ഈസി വേണ്ടായിരുന്നു അല്ലേ? ഇതും ഈസി തന്നെ, ഇതും അതിലും ഏറെ ഈസിയാണ് രാഹുൽ. നമുക്ക് നോക്കാം അല്ലേ? ലെറ്റ്സ് മൂവ്. അപ്പോൾ ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ തരണം കോമന്റ് സെക്ഷനിൽ. അപ്പോൾ നമ്മുടെ 10th മെയിൻസിന്റെ ക്ലാസ് 27-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യണോ? തകൃതിയായിട്ട് പഠിച്ചു തുടങ്ങാം. 2350 രൂപയാണ് കോഴ്സ് ഫീ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻ്റെ കോഡ് അടിച്ചു കൊടുക്കാം, അപ്പോഴാണ് ഈ ഡിസ്കൗണ്ട് കിട്ടുക കേട്ടോ. 5314 കോഡ് അടിച്ചു കൊടുക്കുക. അതുപോലെ ദേവസ്വം ബോർഡിന്റെ ക്രാഷ് ബോർഡ്സ് ഉണ്ട് 1552 രൂപയ്ക്ക്. കോഴ്സ് ഫീ എന്ത് ചെയ്യണം? അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ സി ഓഫേഴ്സ് കൊടുത്തിട്ട് 5314 കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ 1952 കിട്ടും. ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ഇന്ന് വൈകിട്ട് 3 മണിക്ക്, ഉച്ചയ്ക്ക് 3 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഞാൻ ഒരു സെഷനുമായിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഡിഗ്രി പ്രിംസുകാർക്കും 10th മെയിൻസുകാർക്കും അതുപോലെ ദേവസ്വം ബോർഡുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു സെഷനാണ്. നമുക്ക് 3 മണിക്ക് ലൈവിൽ കാണാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഡെസ്പൈറ്റ് ഓഫ് അല്ലേ? യെസ് യാ ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. 3 മണിക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.
നമ്മുടെ എഡിറ്റോറിയൽ സെഷനുമായിട്ട് നാളെ രാവിലെ 8:30 വീണ്ടും ഞാൻ വരും. അതുപോലെ തന്നെ 3 മണിക്ക് ഇന്ന് ഡിഗ്രി പ്രിൻസിന് ഓർക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കോമന്റ് സെക്ഷനിൽ ആൻസർ തരിക, സജഷൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വെക്കാം, അതുപോലെ ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം. ആൻഡ് ഷെയർ ഇറ്റ് ടു മാക്സിമം, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു എവ്രി വൺ, സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ ഉഷാറായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ, ടേക്ക് കെയർ.